സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. സ്തോത്രം. അതിനെ ന്യായമായിട്ടും വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ സമ്പത്താണ് കിട്ടാൻ പോകുന്നത്. ഇവിടത്തെ പോലെ ബാങ്കിൽ ലോക്കറിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതോ പുരയിടത്തിനകത്ത് കുഴിച്ചിട്ട് പറിച്ചെടുക്കുന്നതോ പെരയ്ക്കകത്ത് സൂക്ഷിക്കുന്നതായിരിക്കുമോ? എന്താണ് സ്വർഗത്തിലെ സമ്പത്ത്? അത് ഉത്തമ സമ്പത്ത് എന്നതിനെക്കുറിച്ച് പറഞ്ഞ് വിശദീകരിച്ച് തെളിയിച്ചു കൊണ്ടുവരാൻ ഒരല്പസമയം എടുക്കേണ്ടി വരും. പക്ഷേ ഈ രാത്രി ഞാൻ അത് തെളിയിക്കാൻ നിന്നാൽ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ആലോചന പറയാനുള്ള സമയം കവർന്നെടുത്ത് പോകുമോ എന്നുള്ള ചിന്ത കൊണ്ട് ആ വാക്കിനെ അങ്ങ് ഫ്രീസ് ചെയ്യുക. എങ്കിലും നിങ്ങളുടെ അറിവിലിരിക്കട്ടെ, കർത്തൃദാസന്മാരുടെ ഓർമ്മയിലിരിക്കട്ടെ. സ്തോത്രം. ഇവിടെ എന്തൊക്കെ നഷ്ടമായാലും ഈ ഒരു ചിന്ത അകത്ത് കിടന്നത് കൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷമായി ഇവിടെ പലതും നഷ്ടമായപ്പോൾ അതിൻ്റെ പുറകെ ഒരു പിടി മണ്ണിനോ ഒരു കൊച്ചു കാര്യത്തിനോ വേണ്ടി ആത്മീകം നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ കൃപയിൽ ഈ മണ്ണിൽ ദൈവത്തിൻ്റെ മക്കൾ നിലനിന്നത് ഇവിടെ പോയാലും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. അത് വിശ്വാസമുള്ള ദൈവമക്കൾ നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഇവിടെ ഒരു 80 കൊല്ലം, ഇവിടെ ഒരു 70 കൊല്ലം ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും കിട്ടി തിന്നുകുടിച്ച് തീർക്കാനല്ല. ഇവിടെ സഹിക്കുന്ന മുഴുവൻ കഷ്ടത്തിനും, ഇവിടെ സഹിക്കുന്ന മുഴുവൻ ഭാരത്തിനും സ്വർഗത്തിലൊരു ഉത്തമ സമ്പത്ത് ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്തത് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മീകരാണെങ്കിൽ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഇവിടെ നേടിയതിനേക്കാളൊക്കെ വലിയത് സ്വർഗത്തിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് സന്തോഷത്തോടെ ആത്മീകതയുടെ പ്രൗഢമായ ഭാഗ ആത്മാർത്ഥതയോടെ ശബ്ദമുയർത്തി കരമുയർത്തി ഒരു സ്തോത്രധ്വനിയോടെ എനിക്ക് അവിടെ ഒരു ഉത്തമ സമ്പത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനത് മനഃപൂർവ്വമായിട്ട് മാറ്റിവെക്കട്ടെ. നാലാമത്തത് ഞാൻ സ്തോത്രം 3-4 മിനിറ്റുകൾ വെച്ച് പറഞ്ഞ് ഈ സന്ദേശത്തിന് ഒരു ആമുഖം കണക്ക് എടുത്തുകൊണ്ട് സ്തോത്രം 3-ാം വാക്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ കാര്യം നമുക്കുണ്ട് എന്ന് പറയുന്ന എബ്രായ ലേഖനത്തിലെ 4-ാമത്തെ കാര്യം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. 13-10 അതൊന്ന് പറഞ്ഞ് ഇന്ന് രാത്രി അത് പ്രയോജനപ്പെടുമായിരിക്കും പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എബ്രായ ലേഖനം 13:10 വായിച്ചു കേൾപ്പിക്കും. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. 4-ാമത്തെ കാര്യം എബ്രായ ലേഖനത്തിനകത്ത് നമുക്ക് ഉണ്ട്. ക്രൈസ്തവ വിശ്വാസികൾക്ക്, വീണ്ടെടുക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ ജനത്തിന് ഉണ്ട് എന്ന് പറയുന്ന 4-ാമത്തെ കാര്യം. നിങ്ങൾക്കത് പിടികിട്ടിക്കാണ്. ഒരു വിഷയാസ്പദമായി ഒരു ലേഖനത്തെ നമ്മൾ തുന്നിക്കെട്ടി അവതരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എബ്രായ ലേഖനത്തിൻ്റെ വിശദീകരണം ഈ 4 കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. 70-ൽ പരം വിഷയങ്ങൾ ഈ ലേഖനത്തിനകത്തുണ്ടെങ്കിലും ഈ 4 കാര്യങ്ങൾ നമുക്കുണ്ട്. 1, മഹാപുരോഹിതനുണ്ട്. 2, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യമുണ്ട്. 3, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. 4 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വായിച്ച് വെറുതെ തള്ളിക്കളയരുത്. കുറച്ചുകൂടെ യുക്തിസഹജമായി വേദപുസ്തകത്തെ സ്തോത്രം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അഭിമുഖീകരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവമക്കളായിരിക്കുന്ന നിങ്ങളോട് ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷി ഉണർത്തി ഈ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ചോദിക്കുന്നു. കഴിഞ്ഞ 20, 30, 40 കൊല്ലമായി നിങ്ങൾ സഭായോഗത്തിൽ വന്നിട്ട്, നിങ്ങൾ ആത്മീകത്തിൽ വന്നിട്ട് എന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു യാഗപീഠം? സ്തോത്രം. പുതിയ നിയമസഭയ്ക്കകത്ത്, പഴയ നിയമത്തിൻ്റെ ഒരു ആലയത്തിനകത്താണ് ചെല്ലുന്നതെങ്കിൽ സ്തോത്രം സമാഗമന കൂടാരത്തിലോ ശലോമോൻ്റെ ആലയത്തിലോ സെരുബാബേലിൻ്റെ ആലയത്തിലോ ഒക്കെ ചെല്ലുന്നെങ്കിൽ പഴയ നിയമത്തിനകത്ത് പ്രാകാരത്തിനകത്ത് യാഗപീഠം ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. സ്തോത്രം. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനമാണിത്. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, പുതിയ നിയമസഭയോട് പറയുന്നു. പുതിയ നിയമത്തിന് എടുത്ത സഭയ്ക്ക് എടുത്ത ലേഖനത്തിനകത്ത് പറയുന്നു. പണ്ട് അബ്രഹാമിൻ്റെ കാലത്തോ അല്ലെങ്കിൽ മോശയുടെ കാലത്തോ ന്യായപ്രമാണ കാലത്തോ അവർക്ക് യാഗപീഠം ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. പിന്നെ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുന്ന ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ഒരു യാഗപീഠം ഉണ്ടെന്നാ പറയുന്നത്. സ്തോത്രം. അപ്പോൾ അതൊരു മിസ്റ്ററിയാണ്.
ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് ഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ചോറിനകത്തു നിന്നും ഹൃദയത്തിനകത്തു നിന്നും ചിന്താ മണ്ഡലങ്ങൾ ഉണരാൻ വേണ്ടി ചോദിക്കുന്നു. വീണ്ടും എപ്പോഴെങ്കിലും നമ്മൾ ആ യാഗപീഠം കണ്ടിട്ട്, നാളെ ഞായറാഴ്ചയാണ്, വിവിധ സഭകളിൽ സഭായോഗം നടക്കുന്നു. നാളെ ഞായറാഴ്ച നിങ്ങൾ സഭായോഗത്തിന് ചെല്ലുമ്പോൾ യാഗപീഠം കാണുമോ? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ യാഗപീഠമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു നമുക്കൊരു യാഗപീഠം ഉണ്ട്. സ്തോത്രം. രാത്രി ഒരിക്കൽ കൂടി ഹൃദയത്തിനകത്ത് നിന്ന് ആശ്ചര്യ കുതുകമായി ഈ വാക്യത്തെ കേൾക്കുമ്പോൾ അകത്തളത്തിൽ നിന്ന് അങ്ങനെ ഒരു യാഗപീഠം ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയണം, അതിൻ്റെ ഗുണമെന്താണെന്നറിയണം എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ നിശ്ചലരായിരിക്കാതെ പരിശുദ്ധാത്മ നിറവോടെ, കർത്താവേ, സഭയ്ക്കൊരു യാഗപീഠം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വെളിപ്പെട്ട് വരാനിടയാകണം. ഹല്ലേലൂയ. ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ യാഗപീഠത്തിന്റെ പ്രത്യേകത എന്താണ്? യാഗപീഠത്തിന്റെ പ്രത്യേകത, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ല. അങ്ങനെ എഴുതാൻ കാരണം എന്താ? പഴയ നിയമകാലത്ത് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ ഒരു കാളയെ അർപ്പിച്ചാൽ, ഒരു ആടിനെ അർപ്പിച്ചാൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ഇത്ര ഭാഗം, ആ മാംസതുണ്ടത്തിൻ്റെ ഇത്ര ഭാഗത്തിൻ്റെ അവകാശി യാഗാർപ്പകനായിരിക്കുന്ന പുരോഹിതനാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ. പക്ഷെ ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നു പുതിയ നിയമസഭയ്ക്കൊരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിന്, സ്തോത്രം, ഹല്ലേലൂയ, ശുശ്രൂഷകന് അവകാശമില്ലാത്ത യാഗപീഠം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാളയും ആടിനെ അർപ്പിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് അർപ്പിക്കപ്പെടുന്ന ഒന്നിൻ്റെ മേലും ശുശ്രൂഷകൻ അവകാശമില്ലതാനും. ഒരു സ്തോത്രോടെ ശക്തിയോടെ പറഞ്ഞേരെ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ മിസ്റ്റോറിക്കലായിരിക്കുന്ന ലേഖനമാണ്. ഇത് മനസ്സിലാക്കി എടുത്താൽ നിശ്ചയമായും അതിന് വിടുതലുണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും തർക്കിച്ച് വ്യാഖ്യാനം ആവശ്യമില്ലാതെ, അക്ഷരപ്പശകല്ല, അച്ചടിപ്പശകുമല്ല, ഈ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു പുതിയ നിയമസഭയ്ക്കൊരു യാഗപീഠമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് ആ യാഗപീഠം? ആരാണ് ആ യാഗപീഠം? എവിടെയാണ് അതിരിക്കുന്നത് എന്നത് ഇന്ന് രാത്രി ഞാൻ ഒരല്പസമയം കൊണ്ട് വിശദീകരിക്കാം. ശ്രദ്ധിച്ചിരുന്നാൽ ഇന്ന് രാത്രി ഒരുപക്ഷെ യാഗപീഠം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരുന്നെങ്കിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന പല ഭാരവും ഇന്ന് ആ യാഗപീഠത്തിൽ തീരും. അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളാ പുറകിൽ അറ്റത്ത് വരെ ഇരിക്കുന്നവർ, ഈ രാജ്യത്ത് വന്നിട്ട് നിനക്ക് ചുമക്കാൻ കഴിയാത്ത ചില ഭാരങ്ങളെ ഇന്ന് രാത്രി യാഗപീഠം ഏറ്റെടുക്കുന്ന രാത്രിയാണെന്ന് ഞാൻ അഡ്വാൻസായി തന്നെ വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് പറയുമ്പോൾ എത്ര പേരതൊന്ന് എൻ്റെ അനുഭവമാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചേർന്ന ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പറ, കർത്താവേ, ഇതിനകത്ത് എന്തോ രഹസ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ദൈവദാസന്മാരടക്കമുള്ള അഭിഷിക്തന്മാർ, സ്തോത്രം, ഞാൻ ഏതോ കടിച്ചാ പൊട്ടാത്ത തോട്സ് പറയുന്നു എന്നല്ല വേണ്ടത്. പിന്നെയോ വേറെ പുസ്തകത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഏതോ രഹസ്യം വെളിപ്പെടാൻ പോകുകയാണ്. എവിടെ? ഈ റീജിയൻ കൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രി ദൈവജനം ഒരുമിച്ചിരിക്കുമ്പോൾ ഏതോ രഹസ്യം വെളിപ്പെടാൻ പോകുകയാണ്. എന്താണ് രഹസ്യം? പുതിയ നിയമസഭയുടെ യാഗപീഠം ഇത്രയും ആളുകൾ ഒരുമിച്ച് ഷാർജയുടെ മണ്ണിൽ ദൈവത്തെ സേവിച്ച് ആരാധിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം ഒരു ചിന്ത വെളിപ്പെടുകയല്ല, ഒരു തോട്സ് വെളിപ്പെടുകയല്ല, ഒരു ദൂത് വെളിപ്പെടുകയല്ല, അതിനപ്പുറം ഇന്ന് രാത്രി യാഗപീഠം വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ഞാൻ വിശദീകരിക്കാം. സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് ഒരു യാഗപീഠമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് ഗ്രഹിക്കണമെങ്കിൽ ആദ്യമേ തന്നെ യാഗപീഠത്തിൻ്റെ ദൗത്യം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. നിങ്ങളിത് മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം അവിടേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടെത്തിക്കണം. എന്താണ് യാഗപീഠത്തിൻ്റെ ദൗത്യം? സ്തോത്രം. ആലയത്തിനകത്ത് യാഗപീഠം അന്ന് മണ്ണുകൊണ്ട്, കല്ലുകൊണ്ട് പണിത്, സ്തോത്രം, അതിൻ്റെ പുറത്ത് താമ്രം കൊണ്ട് പൊതിഞ്ഞൊരു യാഗപീഠമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയാണ് അതിൽ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. എന്താണ് യാഗപീഠത്തിന് ദൗത്യം? സമാഗമന കൂടാരത്തിനകത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, താമ്രത്തൊട്ടി, യാഗപീഠം, സ്തോത്രം, പിന്നെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനം, പെട്ടകം, ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോരോ ഉദ്ദേശമുണ്ട്. ഇതെല്ലാം കൂടി വിശദീകരിക്കേണ്ട കാര്യമില്ല. യാഗപീഠത്തിൻ്റെ ഉദ്ദേശം, ഒരു മനുഷ്യൻ പാപം ചെയ്തു, പാപത്തിൽ വീണു പോയവൻ തകർച്ചയിലാണ്, പാപത്തിൽ വീണു പോയവൻ അപകടത്തിലാണ്, പാപത്തിൽ വീണു പോയവൻ വഴിയടഞ്ഞവനാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അതെയോ? ഇന്നത്തെ പെന്തിക്കോസ് സ്തോത്രം അങ്ങനെയല്ലേ? ഏതൊരുത്തൻ, അതാരാണെങ്കിലും, ലേവ്യ പുസ്തകം പറയുന്നു, ഒരു സാധാരണക്കാരൻ പാപം ചെയ്താലും, ഒരു പ്രമാണി പാപം ചെയ്താലും, ഒരു പുരോഹിതൻ പാപം ചെയ്താലും, ഒരു ലേവ്യൻ പാപം ചെയ്താലും, ആര് പാപം ചെയ്താലും പാപത്തിൽ വീണവൻ ഒരു കുരുക്കിലാണ്.
പാപത്തിൽ വീണവന്റെ ഭാവി ബന്ധിക്കപ്പെടുകയാണ്. പാപത്തിൽ വീണവന്റെ സ്വന്തം ദൈവപ്രസാദം നഷ്ടമാകുകയാണ്. പാപത്തിൽ വീണവന്റെ മുന്നേറ്റങ്ങൾ തടയപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും പാപികളാണെന്നല്ല പറയുന്നത്. എങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്ക്. എന്റെ ജീവിതത്തിന്റെ നരകയാതനക്കെല്ലാം പുറകിൽ എനിക്ക് മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പാപം, അങ്ങനെ ഒരു വാക്കില്ലേ ഈ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ? പാപത്തെ പഠിച്ചാൽ 12 തരം പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നാണ് മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ. ഇന്ന് രാത്രിക്കാലം ഏതെങ്കിലും വിഷയത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പാപം എന്റെ കുടുംബത്തിന്റെ പുറകിൽ കിടക്കുന്നെങ്കിൽ ഈ രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് അതെന്നെയോ എന്റെ തലമുറയോ ബാധിക്കാതിരിപ്പാൻ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ വെച്ച്, ഞങ്ങളുടെ റീജിയൻ കൺവെൻഷനിൽ വെച്ച് എന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളുടെയെങ്കിലും പാപം ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നെങ്കിൽ, പണ്ട് മിരിയാം ചെയ്ത ഒരു കുറ്റം ഇസ്രായേൽ പാളയത്തെ അടച്ചിട്ടതുപോലെ, യാത്രയെ തടഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് മുന്നേറ്റത്തെ ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ആ പാപത്തിന് പരിഹാരം വരുന്ന രാത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് രാത്രിക്കാലം ആത്മശക്തിയോടെ പറ, ഇന്ന് മുതൽ എന്റെ കാലിന്റെ ചങ്ങല അഴിയുന്നത് പോലെ, എന്റെ മനസ്സിന്റെ കെട്ടുപൊട്ടുന്നത് പോലെ, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മുന്നേറാൻ പറ്റാത്ത എന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന, എന്റെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗങ്ങളെ അടച്ചു വെക്കുന്ന ഏതെങ്കിലും കുരുക്കുകൾ പാപത്തിന്റെ രൂപത്തിലുണ്ടെങ്കിൽ ഇന്ന് യാഗപീഠം വെളിപ്പെടുമ്പോൾ കേൾക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഓൺലൈനിൽ കേൾക്കുന്നവരാണെങ്കിൽ പോലും നിന്റെ കുടുംബത്തിന്റെ പാപബന്ധനങ്ങളെ ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിന് തീയിറങ്ങി വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു അല്പസമയം ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. പ്രഭാഷകന്റെ റോള് ഒരർത്ഥത്തിൽ മാറിപ്പോകുകയാണ്. പുൽപ്പിറ്റ് ദൈവാത്മാവ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാത്രികാലവും സ്വർഗം ലക്ഷ്യം വെച്ച് ചിലരോട് സംസാരിക്കുകയാണ്. നീ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നിന്നെ നന്നായി ബാധിക്കുന്നുണ്ട്. ദുഷ്ടൻ മറകെട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രി, ഈ രാത്രി, നാളെ ഇവിടെ കൺവെൻഷൻ ഇല്ല, പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്നോട് സ്നേഹമുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങൾ വന്ന നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് സ്വർഗത്തിന് അടങ്ങാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ട് ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ ചിലത് കത്തിച്ചു കളയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ആ തീ ഇവിടെ ഇറങ്ങണം. പാപത്തെ കത്തിച്ചു കളയാൻ സ്വർഗീയ അഗ്നിക്കല്ലാതെ വേറെ ഒന്നിന് കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ ആ തീ എന്റെ മേൽ വീഴണമേ. ചേർന്ന് കരങ്ങൾ ചേർത്തടിച്ച് അന്തരീക്ഷം മാറി വരുന്നു. നിങ്ങളുടെ സഹകരണം എന്നോടല്ല, പരിശുദ്ധാത്മാവിനോടാണെന്ന് ഞാൻ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. പാപം ബന്ധിക്കുന്നതാണ്, പാപം ചതിക്കുന്നതാണ്, പാപം കൊല്ലുന്നതാണ്, പാപം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്, പാപം പ്രാർത്ഥനയെ തടയുന്നതാണ്. ഇന്ന് രാത്രി അതിന് പരിഹാരം മനുഷ്യന്റെ ഒരു കൈക്രിയ കൊണ്ട് നടക്കില്ല. സ്വർഗത്തിലെ തീക്കല്ലാതെ പാപത്തെ കത്തിച്ച് ചാമ്പലാക്കാൻ അങ്ങകലെ ഓൺലൈനിൽ ഏതോ രാജ്യത്തിരുന്നു കൊണ്ട് ജീവിതത്തെ വാരി പിടിച്ച് കരയുന്ന ആരോടൊക്കെയോ സ്വർഗം ഇന്ന് രാത്രി ഈ അനുഗ്രഹീത ഹാളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ആത്മീകന്റെ അനർഗളമായ തീനാളങ്ങൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് വീഴുന്നു. ദൈവമേ എന്നൊന്ന് വിളിച്ചിട്ട് പറ, ഇന്ന് രാത്രി യാഗപീഠം വെളിപ്പെടട്ടെ. വെറുതെ കൈയടിക്കുകയല്ല, ചിലത് സംഭവിക്കണം. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ കുടുംബത്തിന്റെ വരുമാനത്തെ ഒരിഞ്ച് വളരാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, അത് അടുത്ത വീട്ടുകാരനായിരിക്കില്ല, നിന്റെ ഓഫീസിൽ അടുത്ത കസേരയിൽ ഇരിക്കുന്നവനായിരിക്കില്ല. അതിനൊക്കെ നമുക്ക് ജയിക്കാം. പക്ഷെ എവിടെയെങ്കിലും ഒരു തുരുമ്പിച്ച ആണി പോലെ ഒരു മോഹമോ ഒരു പ്രതീക്ഷ മങ്ങിയ പാപത്തിന്റെ കണിയ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അതിനെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് പോലെ വിശുദ്ധന്മാരുടെ കൂടാരത്തിൽ നിന്ന്
സാധാരണ കൺവെൻഷനുകളൊക്കെ ആദ്യത്തെ രാത്രി പാപവും മാനസാന്തരമൊക്കെ തീരേണ്ടതാണ്. പക്ഷെ ദൈവം ഇന്നലെയും മിനിഞ്ഞാന്ന് മറച്ചു വെച്ചത് ഇന്ന് രാത്രി എടുത്തു കാണിക്കുക. സ്വർഗം നിന്നെ രക്ഷിച്ചിരിക്കും. അതിന്റെ അവസാനത്തെ കണികയായും ഈ രാത്രി ദൈവം കത്തിച്ചു കളയും. അതിന്റെ തീ 2-3 ദിവസമായി ഇവിടെ വ്യാപരിക്കുന്നത് അനുഭവിക്കുന്നവർ അതിന്ന് രാത്രി ഏറ്റെടുക്ക. വിടുതലുകൾ ഉറപ്പാണ്. ജയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ആലയത്തിനകത്തേക്ക് ഒരു പ്രമാണിയോ, സ്തോത്രം, ഒരു പുരോഹിതനോ ഒരു മനുഷ്യനോ പാപം ചെയ്താൽ അത് വീട്ടിൽ തീരുകയില്ല. സ്തോത്രം. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഏതെങ്കിലും കമ്മ്യൂണിറ്റി സെൻ്ററിലൊന്നും തീരുകയില്ല. അതിന് വേദപുസ്തകം എഴുതിയിരിക്കുന്നത് യാഗപീഠം എവിടെയുണ്ടോ അവിടേക്ക് വരണം. അത് ആലയത്തിനകത്താണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, പാപപരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഒരാടിനെയോ കാളയോ കൊണ്ടുവരികയാണ്. അതിനെ കൊണ്ടുവരുമ്പോൾ അന്നത്തെ പ്രോട്ടോകോൾ ഇങ്ങനെയാണ്: പാപം ചെയ്ത മനുഷ്യൻ പുരോഹിതൻ്റെ അടുക്ക വരണം. തന്നെത്താൻ ആ പണി നടക്കുകയില്ല. അതിന് ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുണ്ട്. അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിന് ശേഷം ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ ശിരസിൽ കൈവച്ചിട്ട്, സ്തോത്രം, ഈ മനുഷ്യനിലുള്ള പാപം അവനിലേക്ക് പകരപ്പെടുക എന്നാണ് വേദപുസ്തക തത്വത്തിൻ്റെ അനുമാനം. സ്തോത്രം. കൈവലിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യനിലെ പാപം അവനിലേക്ക് ആ മൃഗത്തിലേക്ക് പകരുന്നു എന്നതാണ്, സ്തോത്രം, അന്നത്തെ വ്യവസ്ഥയുടെ അനുമാനം. എന്നിട്ട് ആ മൃഗത്തെ പുരോഹിതൻ തോലുരിക്കുന്നു, കളയേണ്ട ഭാഗങ്ങൾ കളയുന്നു, പുരോഹിതന് അർഹതപ്പെട്ട ഭാഗം എടുക്കുന്നു, ബാക്കി ഭാഗം ഈ യാഗപീഠത്തിൽ വെച്ച് കൊടുക്കുകയാണ്. തത്വത്തിൽ അതിനെ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കണം. ഒരാട്ടിൻകുട്ടിയുടെ 4 കിലോ ഇറച്ചിയല്ല യാഗപീഠം ഏറ്റെടുക്കുന്നത്. ഈ പാപം ചെയ്ത മനുഷ്യൻ്റെ പാപമാണ് യാഗപീഠം ഏറ്റെടുക്കുന്നത്. അത് ഈ മാംസത്തിൽ, ഈ മൃഗത്തിൻ്റെ മാംസത്തിലേക്ക് അന്നത്തെ വ്യവസ്ഥ വെച്ച് കൈവച്ചപ്പോൾ പകരപ്പെട്ടിരിക്കുക. സ്തോത്രം. അത് യാഗപീഠത്തിൽ വെച്ച് കൊടുത്താൽ യാഗാർപ്പകൻ യാഗപീഠത്തിലേക്ക് അല്ലെങ്കിൽ പുരോഹിതൻ്റെ കയ്യിലേക്ക് ഈ യാഗവസ്തുവിനെ കൊടുത്തിട്ട് നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് സ്വോത്രകാഴ്ച അടുത്തിരിക്കുന്ന ആളുടെ കൊടുത്തിട്ട് പോകുന്നത് പോലെ പോകാൻ പറ്റിയല്ല. സ്തോത്രം. യാഗാർപ്പകനായിരിക്കുന്ന ആൾ യാഗപീഠത്തിൻ്റെ ചോട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കണം. പ്രത്യേകം നിയമം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. യാഗമർപ്പിക്കുമ്പോൾ നിന്റെ വീട്ടിൽ വളർത്തേനോ, ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്നത് കാറ്റിൽ എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗം എന്നല്ലേ. സ്തോത്രം. എന്നേക്കാൾ സെമിനാരി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നിങ്ങളിൽ പലരും. നിന്റെ വീട്ടിൽ വളർത്തിയൊരു കുഞ്ഞാടായിരിക്കണം. ആടിനെ 1 വയസ്സെങ്കിലും പ്രായം കാണണം. ആടിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, ഒരു പെറ്റാണത്. ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. പട്ടിണിയും പ്രയാസമുള്ള കാലത്ത് 10-32 ആടുകൾ ഒരുമിച്ച് വളർത്തിയൊരു വീട്ടിലാണ് എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ. സ്തോത്രം. ആ ഒരു നിലവാരത്തിൽ ആടിനെ വളർത്തി. ഇപ്പോൾ കുഞ്ഞാടുകളെ അറിയാം, ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആടുകൾക്കും പേരുണ്ടായിരുന്നു. സ്തോത്രം. ആ പേര് വിളിക്കുമ്പോൾ ഓടി വരുമായിരുന്നു. ഇപ്പം എനിക്ക് ആ കാര്യം നന്നായിട്ടറിയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ആട്ടിൻകുട്ടികൾ തുള്ളിച്ചാടി പെരക്കകത്തോടെയൊക്കെ കയറി കട്ടിലിൽ കൂടെ കയറി നടക്കുന്ന 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ വീട്ടുടമസ്ഥൻ താൻ ചെയ്ത പാപത്തിന് വേണ്ടി കൊണ്ടുവന്ന യാഗാർപ്പകന്റെ മുമ്പിൽ വെച്ച്, ഈ കൺമുമ്പിൽ വെച്ച് പുരോഹിതൻ അറക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ചങ്കിനകത്ത് കല്ലല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ ആടിനെ അറക്കുമ്പോൾ ഒരു നൊമ്പരം ഉണ്ടാവും. സ്തോത്രം. ഇതിനെയൊക്കെ വളച്ചു കെട്ടി യേശുക്രിസ്തു വന്ന കാലത്തൊരു വൻപൻ തട്ടിപ്പ് നടന്നത് ഇതാണ്. സ്തോത്രം. വീട്ടിൽ നിന്ന് വളർത്തുമൃഗത്തെ കൊണ്ടുവരാതെ ദൈവാലയ വളപ്പിനകത്ത് തന്നെ ആടുകളുടെ കച്ചവടം തുടങ്ങി. അതിനെയാണ് കർത്താവ് ചമ്മട്ടി കൊണ്ട് അല്ലെങ്കിൽ ചാട്ട കെട്ടി അടിച്ച് പുറത്താക്കിയത്. അപ്പോൾ പാപം ചെയ്ത അച്ഛൻ വീട്ടിൽ നിന്ന് നല്ല സിൽക്കിൻ്റെ ജുബയൊക്കെ ഇട്ടുകൊണ്ട് കയ്യും കെട്ടി നേരെ വന്നേച്ചാൽ മതി. സ്തോത്രം. നേരെ ഈ ആലയ കോമ്പൗണ്ടിനകത്ത് വരുമ്പോൾ അവിടെ കാശ് കൊടുത്താൽ, 1000 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ അന്നത്തെ അനുപാതികമായിരിക്കുന്ന അവിടുത്തെ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരാടിനെ കിട്ടും. മേടിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരു നൊമ്പരവും ഇല്ല.
കരാണ്ടും കമ്പത്തുനിന്ന് കാളയെ കൊണ്ട് കെട്ടിയിരിക്കുന്ന പോലെ ആരോ വളർത്തി കെട്ടിയിരിക്കുന്ന ആടിനെ കണ്ടിച്ചാൽ ഇവനെന്താ? സ്തോത്രം. വേദനയില്ലാത്ത നൊമ്പരമില്ലാത്ത യാഗങ്ങൾ ഇവിടെ അർപ്പിക്കാൻ തുടങ്ങി. ആരുടെയോ കാളയെ അർത്ഥം നമുക്കെന്താ? നമ്മൾ ഞായറാഴ്ച തോറും അർത്ഥം തിന്നുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പം അതുപോലെ ആക്കി കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആ പ്രവണതയെ പൊളിച്ചുകൊണ്ടാണ് ദേവാലയ പരിസരത്ത് വളർത്തിക്കൊണ്ടിരുന്ന ആടിനെയും കച്ചവടത്തിന് വേണ്ടി കൊണ്ടുകെട്ടിയ ആടിനെയും കാളയെയും കയറുകൊണ്ട് ചാട്ടകെട്ടി അടിച്ചു പുറത്താക്കിയത്. അങ്ങനെയല്ല യാഗം അർപ്പിക്കേണ്ടത്. നീ പാപം ചെയ്തതിന് നീ അർപ്പിക്കുന്ന യാഗത്തിന് നിനക്ക് ഹൃദയത്തിനകത്തൊരു തട്ടലുണ്ടാകണം. ആ യാഗം കത്തിത്തീരുന്നത് വരെയും ഈ മനുഷ്യൻ അവിടെ നിൽക്കണം. സ്തോത്രം. അത് കണ്ടു നിൽക്കണം. അത് കത്തിത്തീരുമ്പോൾ യാഗപീഠം ആ പാപവും അതിൻ്റെ പുറകെ വരാവുന്ന ശാപവും അതിനോടനുബന്ധപ്പെട്ട് വരാവുന്ന രോഗവും എല്ലാം ഏറ്റെടുത്തത് ആടിനെ കണ്ടിച്ച പുരോഹിതനല്ല, ഈ താമ്രം പൊതിഞ്ഞ യാഗപീഠമാണ്. സ്തോത്രം. അതായിരുന്നു പഴയ നിയമത്തിലെ യാഗപീഠം. അത് ദേവാലയത്തിൻ്റെ തിരശീല കീറിക്കൊണ്ട് ദൈവം അവസാനിപ്പിച്ചു. എന്നിട്ട് പുതിയ നിയമം എഴുതിയപ്പോൾ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിച്ചു, നമുക്കൊരു യാഗപീഠമുണ്ട്. സ്തോത്രം. പിടികിട്ടി തുടങ്ങുന്നുണ്ടോ? സ്തോത്രം. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവൻ അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാഗപീഠം ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഒരു കല്ലിൻ്റെ അല്ല, താമ്രം പൊതിഞ്ഞതല്ല. നമ്മൾക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു ഭാരം വന്നാൽ, നമുക്കൊരു പാപം വന്നാൽ, നമുക്കൊരു തെറ്റ് വന്നാൽ, നാളെ നിന്നെ തകർത്ത് കളയാവുന്നൊരു വിഷയം വന്നാൽ നീ പേടിക്കണ്ട. ഇത് യോഹന്നാൻ മറ്റൊരു രീതിയിൽ എഴുതി, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തു എങ്കിലോ ഹല്ലേലൂയ, ക്രിസ്തു എന്ന നിർദോഷിയും നിഷ്കളങ്കനുമായ ദൈവത്തിന്റെ കുഞ്ഞാട് പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെ യാഗപീഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയെല്ലാം ഇങ്ങോട്ട് വിട്ടേരെ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനകൾ കൊട്ടേഷൻ പിടിക്കുന്ന എന്റെ വാക്ക് നിങ്ങൾ ഹട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ വിട്ടേരെ. ആ ഒരു ടീമല്ല യാഗപീഠം. പിന്നെയോ സ്തോത്രം, എന്റെ കുഞ്ഞിനൊരു വീഴ്ച പറ്റിയാൽ ആ പാപത്തിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തിട്ട് നിന്നെ സ്വതന്ത്രനാക്കാൻ നീ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് കണ്ണുകൊണ്ട് കാണാത്ത ഒരു യാഗപീഠം ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി ഭാരമൊഴിഞ്ഞവരായി, ജീവിതത്തിന് നൊമ്പരമൊഴിഞ്ഞവരായി, വേദനകൾ ഒഴിഞ്ഞവരായി, അതടുത്ത തലമുറയിലേക്ക് കൊടുക്കാതെ ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ യാഗപീഠത്തെ എനിക്ക് ചില ഭാരങ്ങൾ ഏൽപ്പിക്കാനുണ്ട്, അതിന്ന് രാത്രി കത്തി തീരണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരിന്ന് രാത്രികാലം ആത്മബലത്തോടെ സ്തോത്രത്തോടെ പറ, ഞങ്ങൾക്കൊരു യാഗപീഠമുണ്ട്. എനിക്കൊരു വീഴ്ച പറ്റിയാൽ, എനിക്കൊരു തകർച്ച പറ്റിയാൽ, എന്നെ കുരുക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടായാൽ അത് മുഴുവൻ പിടിച്ചു വെച്ചിട്ട് നാളെ ഒരു ആവശ്യം വന്നാൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്ന യാഗപീഠമല്ല നമുക്കുള്ളത്. ഇന്ന് രാത്രി നീ ഇവിടെ പറഞ്ഞാൽ ഇനി അത് ആർക്കും കാണാൻ കഴിയാതെ വന്നു ഹല്ലേലൂയ ഷാർജ വർഷിപ്പ് സെന്ററിന്റെ ഈ പ്രധാന ഹാളിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പുതിയ നിയമസഭയുടെ യാഗപീഠമാകുന്ന ക്രിസ്തു ഇന്ന് രാത്രികാലം ഇവിടെ വെളിപ്പെടുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെടുമ്പോൾ ചേർന്ന് ആ ഭാരങ്ങൾ മുഴുവൻ, സകല വേദനകൾ, സകല നിരാശകൾ, ചില ആകുലതകൾ, നിന്റെ തോന്നലുകൾ, നിന്നെ ഒതുക്കാൻ ആരോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്ന് സകല ഭാരങ്ങളും ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് യാഗപീഠത്തിന്മേലാണ്. കത്താൻ തുടങ്ങട്ടെ, കത്താൻ തുടങ്ങട്ടെ. യാഗപീഠത്തിൽ ഇന്ന് രാത്രി തീ പിടിക്കട്ടെ. നിന്റെ ഭാരങ്ങൾ ആ കരമടിക്കുന്ന കൂടെ യേശുവേ എന്ന് വിളിച്ചിട്ട് ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിനകത്തൊരു കുറ്റമുണ്ട്. ഞാൻ ഇന്റർനെറ്റ് ചാറ്റിങ്ങിൽ, ഞാൻ ഫോൺ ഉപയോഗിച്ചപ്പോൾ, ഞാൻ ചിലരെ കോൾ ചെയ്തപ്പോൾ, ഞാൻ വാട്സാപ്പ് മെസ്സേജ് അയച്ചപ്പോൾ എന്റെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടുണ്ട്. ഇന്നത് കത്തിച്ചു കളയണം. എനിക്ക് രക്ഷപ്പെടണോ, എനിക്ക് ജീവിക്കണോ, എനിക്ക് ഉയരണോ. എന്റെ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത നടക്കുന്നുണ്ട്. അതിന്ന് രാത്രികാലം സ്വർഗം ഇവിടെ ഇട്ട് കത്തിച്ച് ആർക്കും തിരിച്ചു കൊടുക്കാതെ
ഒരു പുതു മനുഷ്യനായി മടങ്ങാൻ റീജിയൻ കൺവെൻഷനിൽ ആരെയോ സ്വർഗം ഇന്ന് തോളിൽ തട്ടി വിളിക്കുന്നു. നിന്നെ ദൈവം രക്ഷിക്കുക. നിന്റെ വാഗ്ദത്തങ്ങൾ നടക്കാൻ പോകുക. നിന്റെ മേൽ കൃപ ഇറങ്ങാൻ പോകുക. നിനക്കൊരു യാഗപീഠമുണ്ട്. വിശ്വസിച്ചോണ്ട് പറ, നീ ആ ഭാരം ചുമക്കണ്ട, നീ ആ വേദന ചുമക്കണ്ട, നീ അതിനി ആരോടും പറയണ്ട. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഇപ്പോൾ യാഗപീഠത്തിലേക്ക് ഇറക്കി വെക്ക. Glory ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ രക്ഷയില്ല. യേശുവിനെ കൂടാതെ പാപമോചനമില്ല. യേശുവിനെ കൂടാതെ ആരാധനയില്ല. യാഗപീഠത്തിലൂടെ അല്ലാതെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആരാധന നടത്താൻ കഴിയില്ലായിരുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള ഹോമയാഗം കഴിക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ യാഗപീഠത്തിൽ കൂടി അല്ലാതെ കഴിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ കൂടാതെ ആരാധന നടക്കില്ല. യേശുവിനെ കൂടാതെ രക്ഷ ഉണ്ടാകില്ല. യേശുവിനെ ഒഴിവാക്കി പാപമോചനം നടക്കില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലം സമയം 9:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ യോഗം സാധാരണ പോലെ സ്തോത്രം 10 മണിയോടുകൂടിയേ തീരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. സ്തോത്രം. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന സകല ഭാരങ്ങളും സകല തോന്നലുകളും സ്തോത്രം സകല ചിന്താകുലങ്ങളും യേശുക്രിസ്തു എന്ന യാഗപീഠത്തിൻ്റെ മേൽ 9:20 ആകുമ്പോൾ ഇറക്കി വെക്കുക. 10 മണിക്ക് ആശീർവാദം പറയുമ്പോഴേക്കും നിന്നെ പുറകിൽ നിന്ന് വിളിച്ചിട്ടത് ഇതോടെ കൊണ്ടുപോകാൻ പറഞ്ഞ് തിരിച്ച് തന്നു വിടില്ല യാഗപീഠം. ഇവിടെ നിറങ്ങുമ്പോൾ അത് കത്തിച്ചാമ്പലാകും. നീ പുറകോട്ട് നോക്കി നിന്നെ വേദനിപ്പിച്ച, നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയ സകല വിഷയങ്ങളെയും ഒരു പിടിച്ചാരമാക്കിയിട്ട് ഈ റീജിയൻ കൺവെൻഷൻ അവസാനിക്കാവൂ. ഇത് നാളേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് രാത്രി യാഗപീഠം ഇതിനകത്ത് കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ട്. അതിന്മേൽ നിന്റെ സകല കുറ്റവും സകല പോരായ്മയും സകല ലംഘനങ്ങളും സകല അകൃത്യങ്ങളും സകല തെറ്റുകളും ഇന്ന് രാത്രി ഇറക്കി വെക്ക. സ്വർഗം നിനക്ക് സുന്ദരമായൊരു ജീവിതം തന്ന് ഇന്ന് രാത്രി പടിക്കട്ടുകൾ ഇറക്കി വിടും. അത് സംഭവിക്കണമെങ്കിൽ ഈ പ്രസംഗം കേട്ട് നിങ്ങളുടെ ഡയറി കുറിപ്പിൽ എബ്രായർ 13:10 എഴുതി വെച്ചാൽ പോരാ. യാഗപീഠത്തിലേക്ക് ഇറക്കി വെക്ക. നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ, പ്രസംഗം തീർന്നിട്ടില്ല, ആ കണ്ണൊന്നടച്ച് എല്ലാ കണ്ണും ഒന്നടച്ച് രക്ഷപ്പെടാനുള്ള വഴിയായി പറയുന്നത് കേട്ടോ. 1000 പ്രസംഗം കേട്ടിട്ടും രക്ഷപ്പെടാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊറ്റ പ്രസംഗത്തിൽ സമർപ്പിച്ചവരെ നക്ഷത്രം ഉദിക്കുന്നത് പോലെ ജീവിതം മാറിയതും കണ്ടിട്ടുണ്ട്. ഈ രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ ആ യാഗപീഠം എൻ്റെ പുറത്തേക്കിട്ടോ. നിന്റെ സകല കുറ്റവും, നിന്നെക്കുറിച്ച് പറയുന്ന സകല വഴുവഴുപ്പുള്ള വിഷയം എൻ്റെ പുറത്തേക്കിട്ടോ. നാളെ മുതൽ അത് നിന്റെ മേൽ വിര ചൂണ്ടാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ണടച്ച് ദൈവസന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മേൽ ഒരു 10-20 സെക്കൻഡെങ്കിലും നിങ്ങളുടെ മനോദുഃഖങ്ങൾ ഇറക്കി വെക്കുമ്പോൾ സ്തോത്രം. എബ്രായ ലേഖനം 1:3 ബാക്കി എനിക്ക് പ്രസംഗിക്കാനുള്ളത് പ്രസംഗിക്കാൻ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. അത്യാവശ്യമായ ചില കാര്യങ്ങൾ സ്തോത്രം എക്സിക്യൂട്ടീവ്സിന് ഓർപ്പിക്കാനുണ്ട്. അതിനുശേഷം പ്രസംഗം തുടരും. ഈ സമയത്ത് അനൗൺസ്മെൻറ്റുകൾക്കും മറ്റു ചില കാര്യങ്ങൾക്കും ഇടയിൽ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. യാഗപീഠത്തിലേക്ക് ഈ ഒരിടവേളയിൽ നിങ്ങളുടെ സകല ഭാരങ്ങളും ഇറക്കി വെക്കുക. സ്തോത്രം. അത് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി സ്വതന്ത്രരാക്കി മടക്കി അയപ്പാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ ഒരിക്കൽ കൂടി പുൾപിറ്റിലേക്ക് വരും. അതിനുശേഷം പ്രസംഗം തുടരുന്നതായിരിക്കും. താങ്ക് യു പാസ്റ്റർ. പതിവിന് വിരുദ്ധമായി ഇന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കുകയും അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് അത്യാവശ്യ അനൗൺസ്മെന്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം കർത്താവിന്റെ ദാസൻ വീണ്ടും വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ഇപ്പോൾ ഓവർ ടു കൊയർ. കൊയർ വേഗത്തിൽ വന്ന് ഇപ്പോൾ പാട്ടുപാടി സഹായിച്ചാട്ടെ എക്സിക്യൂട്ടീവ് സർ.
ദയവായിട്ട് സ്തോത്ര കാഴ്ച എടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന്. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം പാടിക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. ധരയിൽ നടന്നവൻ ശരണം, നിങ്ങൾ കരുളും ശാശ്വത ശരണം. ഈ ധരയിൽ നടന്നവൻ ശരണം, നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ സ്നേഹിതരേ വെടിഞ്ഞ അതു യേശുവിനോട് നീ പറഞ്ഞ. സ്നേഹിതരേ വെടിഞ്ഞ അതു യേശുവിനോട് നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെ തൻ കരത്താൽ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെ തൻ കരത്താൽ. ചേരും വരയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരയും. വരുവിൻ യേശുവിനരികിൽ,
അർപ്പിക്കപ്പെട്ട എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം പ്ലീസ്. അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിന് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ എം ജെ ഷാജി, വിഴിഞ്ഞം സെൻട്രൽ പാസ്റ്റർ, മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കും. ഒരുമിച്ച് കണ്ണിലടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗം തുറക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്വർഗത്തിലെ ആത്മീക മന്ന കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഈ മരുഭൂപ്രയാണത്തിൽ ഞങ്ങളെ ഒന്നുകൂടെ പുതുക്കി ആത്മീക ബലം പകർന്ന് വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞങ്ങളെ കൃപയാൽ നിറച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഭിഷിക്തന്മാർ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്തന്റെ നാമിലൂടെ അവിടെ ഇടപെട്ടുകൊണ്ട് കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശേഷാൽ കർത്താവെ, ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് യോഗത്തിൻ്റെ കർത്താവ് ചിലവുകൾക്കായി അർപ്പിക്കപ്പെട്ട എല്ലാ കരങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ മേഖലകളെയും സമൃദ്ധിയായി പുഷ്ടിയായി സ്വർഗം നടത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല പ്രാർത്ഥന വിഷയത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം യാതനകൾ കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഔപചാരികതകളൊന്നും ഇല്ലാതെ 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഈ മഹായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച, അതിനുവേണ്ടി എല്ലാ വിധത്തിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തിക നിലയിലുമെല്ലാം അധ്വാനിച്ച പ്രയത്നിച്ച പ്രിയപ്പെട്ടവരോട് ഒരു വാക്കിൽ അവരോട് നന്ദി പറയാതിരിക്കുന്നത് തികച്ചും ആമേൻ സ്തോത്രം അയോഗ്യമായ കാര്യമാകയാൽ മാത്രമാണ് ഞാൻ ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്. 2025 നമ്മുടെ റീജിയൻ കൺവെൻഷൻ്റെ ആമേൻ സ്തോത്രം ഇത്രത്തോളമുള്ള അനുഗ്രഹ സമാപ്തിയുടെ ആ അനുഭവങ്ങളിലേക്ക് നമ്മെ എത്തിച്ചേർത്തുവാൻ സർവകൃപാലുവായ ദൈവത്തിൻ്റെ കടാക്ഷം അത്രമാത്രം ശ്രേഷ്ഠമേറിയതായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യത്തോടെയും നിറകണ്ണുകളോടെയും സകല മഹത്വവും നാം ആരാധിക്കുന്ന, നമ്മെ ഇത്രത്തോളം വിജയകരമായി നിർത്തിയ അനുഗ്രഹിച്ച ദൈവത്തിന് അർപ്പിക്കുന്നു. കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രാവശ്യത്തെ ഈ യോഗങ്ങൾക്ക് പ്രധാനമായി ആമേൻ സ്തോത്രം ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ അഭിഷിക്തദാസൻ നാം ഏവരും സ്നേഹിക്കുന്ന പ്രിയ ഷാജിയും പോൾ അവരുകളെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് വിശേഷാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ മറ്റൊരു മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസന്റെ പേര് ആ പ്രാവശ്യത്തെ കൺവെൻഷന് സജസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു വിധത്തിൽ ചെറിയ മാറ്റം വന്നപ്പോൾ കണ്ണുകൾ കൊണ്ട് ആമേൻ സ്തോത്രം ആംഗ്യം കാണിച്ച് കർത്താവിൻ്റെ ദാസനെ ആ നിമിഷം തന്നെ വിളിച്ച് ഈ പ്രാവശ്യത്തെ യോഗത്തിലേക്ക് ക്ഷണിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീടുള്ള നമ്മുടെ റീജിയൻ കൗൺസിലിൽ ഈ വസ്തുത അറിയിച്ചപ്പോൾ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഒരുപോലെ യാതൊരു വിഘ്നം കൂടാതെ കർത്താവിൻ്റെ ദാസന്റെ പേര് ആമേൻ സ്തോത്രം ആ വിധത്തിൽ നമുക്ക് ഏറ്റവും യോഗ്യമാണ് എന്നുള്ളത് അറിയിപ്പാനും അങ്ങനെ പൂർണ്ണതോതിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഈ 3 ദിനരാത്രങ്ങളിലും കഴിഞ്ഞ 2 പകലിലും വളരെ ആത്മനിറവോടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പകർച്ചയിലേക്ക്, ഒരു നിറവിലേക്ക്, ഇതുവരെ കാണാത്ത തലങ്ങളിൽ ദൈവത്തിന്റെ ദാസനിൽ കൂടെ നമ്മുടെ മധ്യേ കർത്താവ് ആമേൻ പ്രവർത്തിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും വിശേഷാൽ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. വിശേഷാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ആമേൻ സാധാരണഗതിയിൽ IPC UAE റീജിയന്റെ ഇത്രയും കാലത്തെ കൺവെൻഷനുകളിൽ അതാത് ആമേൻ ലോക്കൽ സഭകൾക്ക് ആമേൻ 2-3 ദിവസത്തെ കൺവെൻഷനുകളിൽ
കൊയറിന് അവസരങ്ങളെ നൽകുക പതിവായിരുന്നു. ഇത്രയും വർഷവും അങ്ങനെയായിരുന്നു ചെയ്തു പോരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ അതിൽ നിന്നൊന്ന് ചേഞ്ച് ചെയ്ത് ഈ വിധത്തിൽ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ബ്ലെസൻ മേമനെ ക്ഷണിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനും പല വിധത്തിലുമുള്ള സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സ്തോത്രം ആത്മനിറവോടെ പ്രാർത്ഥനാപൂർവം ഇവിടെ കടന്നു വരുവാനും ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ വളരെ അനുഗ്രഹമായ രീതിയിൽ ഗാനങ്ങൾ പാടുവാൻ നമ്മെ ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് എത്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഇത്രത്തോളം സ്തോത്രം അനുഗ്രഹമാക്കി തീർത്തതിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ദിനരാത്രങ്ങൾ പകൽ യോഗങ്ങൾ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ അധ്യക്ഷത വഹിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സൈമൺ ചാക്കോയെ ഓർക്കുന്നു. പാസ്റ്റർ TM തോമസ് അവറുകളെ ഓർക്കുന്നു. പാസ്റ്റർ ദിലു ജോണിനെ ഓർക്കുന്നു. പാസ്റ്റർ തോമസ് ജോൺ, അപ്പോൾ തന്നെ പാസ്റ്റർ ജിനു ജോർജ്, ഈ കർത്തൃദാസന്മാരെ അവരുടെ സ്നേഹത്തെയും പ്രയത്നങ്ങളെയും കർത്താവ് ആദരിക്കുമാറാകട്ടെ. ഏറ്റവും സ്തോത്രം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വളരെ തിരക്കേറിയ ജോലി ഔദ്യോഗിക മണ്ഡലങ്ങളുടെ നടുവിലും ബന്ധപ്പാടുകളുടെ നടുവിലും ഈ റീജിയൻ കൺവെൻഷന്റെ കൊയറംഗങ്ങളായി കടന്നു വന്ന സഹോദരി, പ്രത്യേക സഹോദരന്മാർ, കർത്തൃദാസന്മാരെ പ്രത്യേക ഓർക്കാതിരിപ്പാൻ കഴിയുകയില്ല. പാസ്റ്റർ ജോൺ വർഗീസിന്റെ നേതൃത്വത്തിൽ സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്തോത്രം ഈ കൊയർ പ്രാക്ടീസ് ചെയ്യുവാനും പാടുവാനും ദൈവമായ കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ വിശേഷാൽ ഓർക്കുമ്പോൾ കീബോർഡ് വായിച്ച കർത്താവിന്റെ ദാസൻ സിജോമോൻ, അപ്പോൾ തന്നെ ഫ്ലൂട്ട് വായിച്ച കർത്താവിന്റെ ദാസൻ മനോജ്, ഗിറ്റാർ വായിച്ച ബ്രദർ ഷിബു, എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർക്കുന്നു. നിങ്ങളെ എല്ലാവരെയും പേര് പറഞ്ഞ് വന്ദനം ചെയ്യുകയും നന്ദി പറയണമെന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷിപ്പ് സെന്ററിന്റെ അതോറിറ്റീസിനെ പ്രത്യേകം ഓർക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അപ്പോൾ തന്നെ മുൻപുള്ള നാളുകളിലും റീജിയന്റെ എല്ലാ കാര്യത്തിലും യാതൊരു വിഘ്നം കൂടാതെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന വർഷിപ്പ് സെന്റർ അതോറിറ്റി എല്ലാവിധ സഹായങ്ങൾ റീജിയന് വേണ്ടി ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. എല്ലാ കർത്തൃദാസന്മാരെയും പ്രത്യേക സഭാജനങ്ങളെയും സഭാ വ്യത്യാസം കൂടാതെ ഈ കൺവെൻഷനിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. കെയർ ടേക്കേഴ്സായ പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ അധ്വാന ഫലം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. റീജിയൻ എക്സിക്യൂട്ടീവ്സ് എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. വിശേഷാൽ ഈ കൺവെൻഷന്റെ ആരംഭ സ്തോത്രം ദിവസം വരെയും 21 ദിവസക്കാലം 40ഓളം നമ്മുടെ സഭകൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. പ്രയർ കോർഡിനേറ്ററായി നമ്മുടെ റീജിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PM ശാമുവേൽ എല്ലാ വിധത്തിലും അതിനുവേണ്ടി തന്നാൽ കഴിയാവുന്ന വിധത്തിൽ ആ പ്രാർത്ഥന ശങ്ങലയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതിന്റെ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ പ്രവൃത്തി ഈ കൺവെൻഷനിൽ കാണത്തക്കവണ്ണം സർവകൃപാലുവായി ദൈവം ഇടയാക്കിയ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥന സഹകാരികളെയും ഞങ്ങൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈൻ മീഡിയാസ്, വിശേഷാൽ ക്രിസ്ത്യൻ ലൈവ്, അപ്പോൾ തന്നെ മലയാള മനോരമ, മറ്റ് സ്തോത്രം ഗുഡ് ന്യൂസ്, ക്രൈസ്തവ എഴുത്തുപുര തുടങ്ങിയ എല്ലാ സമകാലിക ഓൺലൈൻ മീഡിയ പ്രവർത്തകരോടും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും വിശേഷാൽ IPCUA റീജിയന്റെ കൗൺസിൽ അംഗങ്ങൾ എല്ലാ കർത്തദാസന്മാരെ ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുന്നു. 1-2 അനൗൺസ്മെന്റുകൾ പൊതുവായിട്ടുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. YMCയുടെ ആഭിമുഖ്യത്തിൽ ഒരു എക്യുമെനിക്കൽ കൺവെൻഷൻ തിങ്കളാഴ്ച ദിവസം വൈകിട്ട് ഈ സെയിം ഹാളിൽ വെച്ച് വൈകിട്ട് 7:30 മുതൽ നടക്കുന്നുണ്ട്. പാസ്റ്റർ ഷാജി എമ്പോൾ അവരുകൾ ഈ സ്തോത്ര ശുശ്രൂഷയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. UPF നമ്മുടെ 70ഓളം സഭകളുടെ സംയുക്ത കൂട്ടായ്മയാണല്ലോ കമ്പൈൻഡ് വർഷിപ്പ്. നവംബർ മാസം 21-ാം തീയതി നടക്കുന്നുണ്ട്. കർത്താവ് സ്തോത്രം ആ മീറ്റിംഗിന്റെ അനുഗ്രഹം എല്ലാ വിധത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സിറ്റി AG ഷാർജ സഭയുടെ റിവൈസ് അസ് അഗെയിൻ ഒരു കൺവെൻഷൻ നവംബർ മാസം 24, 25, 26 തീയതികളിൽ ഈ മെയിൻ ഹാളിൽ ഇവിടെ വെച്ച് തന്നെ നടത്തപ്പെടുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ശാസ്താംകോട്ട ഈ മീറ്റിംഗിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ഡിസംബർ 2-ാം തീയതി
നമ്മുടെ APC റീജന്റെ ആമേൻ സ്തോത്രം കമ്പൈൻഡ് വർഷിപ്പ് ഈ ഹാളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ നടക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. എല്ലാ ആമേൻ വർഷവും നമ്മൾ എല്ലാവരും 40ഓളം സഭകൾ, കർത്തൃദാസന്മാർ എല്ലാവരും കൂടെ ചേർന്നുള്ള ഈ യോഗത്തെ പ്രത്യേക ദൈവമക്കൾ ഓർക്കുകയും സംബന്ധിക്കുവാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഡോക്ടർ ABP മാത്യു ബീഹാർ മുഖ്യ ആമേൻ അതിഥിയായിരിക്കും. വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജി വളരെ അനുഗ്രഹമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾക്കൊരു അവസരം എല്ലാ ബുധനാഴ്ചകളിലും MTH, MDiv, BTH ഇംഗ്ലീഷ് മലയാളം കോഴ്സുകൾ ആമേൻ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ദയവായി വചനം പഠിക്കുവാൻ താല്പര്യമുള്ളവരെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. അജമാൻ IPCയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് ഒരു മ്യൂസിക്കൽ നൈറ്റ് റിതം 2025 മർമാര ഹാൾ, ക്രൗൺ പാലസ് ഹോട്ടൽ അജമാനിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ യോഗങ്ങളിലേക്ക് ദൈവമക്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Pastor Shainoj, for that. The notes of the thanks. Amen. Hallelujah. എന്നാൽ ഇത്രയും പേർക്ക് താങ്ക്സ് പറഞ്ഞ ആ ദേവദാസന് ഒരു താങ്ക്സ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. IPC UAE റീജന്റെ സെക്രട്ടറി എന്ന നിലയിൽ അത്യധ്വാനം ചെയ്ത് ഈ മീറ്റിംഗ് ഇത്ര മനോഹരമായി ഞാൻ ഇതുവരെ വർഷിപ്പ് സെന്ററിൽ കണ്ടിട്ടുള്ള ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട ഒരു വേദി ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ഭംഗിയായ നിലയിൽ ഈ കാര്യങ്ങളെ ചെയ്യുവാൻ അധ്വാനം ചെയ്ത IPC UAE റീജിയൻ സെക്രട്ടറി പാസ്റ്റർ ഷൈനോജ് നായനാനോടുള്ള താങ്ക്സും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരറിയിപ്പൂടെ ഞാൻ പറഞ്ഞ കർത്താവിന്റെ ദാസൻ വചനത്തിൽ നിന്ന് തുടരും. IPC UAE റീജിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഒരു ലെറ്റർ ദൈവദാസന്മാർക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസംബർ 2-ാം തീയതി നടക്കുന്ന കോമൺ വർഷിപ്പിൽ കൊടുക്കേണ്ട സ്കോളാസ്റ്റിക് അവാർഡ്സിന്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. നമ്മുടെ സഭകളിൽ നിന്ന് ഗ്രേഡ് 12-ൽ 85% അതിൽ കൂടുതലും മാർക്ക് ലഭിച്ചവരോ, ഗ്രേഡ് 10-ൽ 90% ആൻഡ് അബോവ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ദയവായി എത്രയും വേഗം ഈ ആഴ്ചയിൽ തന്നെ അറ്റസ്റ്റ് ചെയ്ത് സൺഡേ സ്കൂൾ അസോസിയേഷൻ അയച്ചു തരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് വചന കേൾവിക്കായിട്ട് കാതുകളെ കുറിപ്പിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തട്ടെ. എല്ലാവരും കൂടി ചേർന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിൽക്കുന്ന ആ ദൈവകൃപയൊന്നും ഒട്ടും കുറയാതെ ഇനി ഒന്നും നിർത്തിയെടുക്കാനുള്ള അവകാശമില്ല. സ്തോത്രം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ശക്തരാക്കിയിട്ട് വേണം ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഒരുക്കമുള്ള മനസ്സോടെ കർത്താവിൻ്റെ സന്നിധാനത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം വേഗത്തിൽ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഇടവേളയ്ക്ക് മുമ്പ് ദൈവം തൻ്റെ യാഗപീഠത്തിൽ അർപ്പിച്ച ചില വിഷയങ്ങൾ അതിനി നിന്റെ കയ്യിൽ തിരിച്ചു വരാതെ, നിന്റെ വീട്ടിൽ തിരിച്ചു വരാതെ, ശരീരത്തിൽ തിരിച്ചു വരാതെ, തലമുറയിൽ തിരിച്ചു വരാതെ, കുടുംബജീവിതത്തിൽ തിരിച്ചു വരാതെ, നിന്റെ സഭയിലേക്ക് തിരിച്ചു വരാതെ ഇതിനകത്ത് ആത്മക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവർക്ക് അതൊരു പിടി ചാരമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇനി വേറൊന്നും കിട്ടിയില്ലെങ്കിലും സ്വർഗം ഇന്ന് രാത്രി എൻ്റെ ഭാരങ്ങൾ കത്തിച്ചിട്ട് കളഞ്ഞിട്ട് ഇവിടെ തന്നെ മടക്കി അയക്കത്തുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ഒന്നും കേട്ടില്ലെങ്കിൽ പോലും അതിൽ ചാരിതാർത്ഥ്യമുള്ള ദൈവത്തിന്റെ മക്കൾ ശക്തിയോടെ കരമടിച്ച് തന്നെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ആധാരമായി വായിക്കാൻ അല്ലെങ്കിൽ സന്ദേശമായിട്ട് അറിയിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് തന്നയച്ചത്. സ്തോത്രം. പ്രോഗ്രാമിൽ ഭേദഗതി വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുള്ളതുപോലെ എൻ്റെ കയ്യിൽ തന്നുവിട്ടത് അതാണെങ്കിലും സ്തോത്രം, ഇവിടെ നിൽക്കുമ്പോൾ ജനത്തെ കണ്ട് ദൂതിനെ തിരിച്ചുവിടാൻ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം എൻ്റെ കൈപ്പിടിക്കകത്ത് പ്രസംഗം നിന്നില്ല. ഏതൊക്കെയോ വഴിയിലൂടെ കയറിപ്പോയി. നിങ്ങളിൽ ചിലരുടെ കണ്ണുകളെ നനയിച്ചു, ഹൃദയങ്ങളെ തുറന്നു, ഭാരങ്ങൾ ചുമലിൽ നിന്ന് എടുത്തു മാറ്റി. സ്തോത്രം. ചിരിക്കാൻ പോലും കഴിയാതിരുന്ന ചിലരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു വരികയാൽ സ്തോത്രം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. 5 കാര്യങ്ങളാണ് യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് 3-ാമത്തെ വാക്യത്തിനകത്തുള്ളതെന്ന് ഞാൻ തുടക്കത്തിലെ ദിവസത്തിൽ ഓർപ്പിച്ചിരുന്നു. 1, യേശുക്രിസ്തു തേജസ്സിൻ്റെ പ്രഭയാണ്.
ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. 2 തത്വത്തിൻ്റെ മുദ്രയാണ്. 3 സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനാണ്. 4 പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ്. 5 സ്തോത്രം പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ്. ഈ 5 കാര്യങ്ങളും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. 5 രാത്രികൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ യേശുവിനെ ഏത് പൊതു തെരുവിലും ഏത് കോൺക്രിയേഷന് നടുവിലും സ്തോത്രം ഉയർത്താൻ പറ്റത്തക്ക രീതിയിൽ കണ്ടന്റ് ഉള്ളടക്കമുള്ളതാണ്. പക്ഷേ ഇനി അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. 1-ാമത്തെ ഭാഗം മാത്രം ഞാൻ സ്തോത്രം ഒരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഈ രാത്രികാലം ഇവിടെ നിന്ന് പിരിയാനിടയാകണം. 1-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. സ്തോത്രം. ഒന്നോടെ നിങ്ങൾക്കറിയാവുന്ന വാക്കാണെങ്കിലും പതുക്കെ ഹൃദയത്തിലേക്ക് പിടിച്ചു വെച്ചേ. എൻ്റെ യേശു തേജസ്സിൻ്റെ പ്രഭയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ തേജസ്സിൻ്റെ പ്രഭയാണവൻ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത ഇത് പൊരുൾ തിരിക്കേണ്ടതാണ്. സ്തോത്രം. ഇതിനകത്തെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്തോത്രം വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ചെയ്യാൻ ഇടയാകേണ്ട അനിവാര്യത ഇരിക്കുന്നത്. ഈ ഒരൊറ്റ വാക്യത്തെ മാത്രം നമ്മൾ ഇച്ചിരിയോടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ വാക്കുകൾ ഇച്ചിരി കനകട്ടിയുള്ളതാണ്. തേജസ്സിൻ്റെ പ്രഭയാണ് എന്ന് പറയുമ്പോൾ വായിക്കും എന്തോ ആണെന്ന് നമുക്കറിയാം. സ്തോത്രം. ഈ വാക്യത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള സുന്ദരമായ ലളിതമായ വ്യാഖ്യാനത്തിലൂടെ പറയുകയാണെങ്കിൽ പിതാവായ ദൈവം അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനാണെങ്കിൽ എന്നല്ല, 84-ാമത്തെ സങ്കീർത്തനം വായിക്കേണ്ട. 84-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പിതാവായ ദൈവം സൂര്യനാണെന്ന്. സ്തോത്രം. സൂര്യനാണെങ്കിൽ ആ സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തുന്ന സൂര്യകിരണമാണ് കർത്താവായ യേശു. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം. ഹല്ലേലൂയ. സൂര്യനില്ലാതെ കിരണമില്ല. ഒറ്റയ്ക്ക് ഇവിടെ എത്താൻ പറ്റില്ല. സൂര്യൻ കത്തി നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ രാത്രിയായി, നാളെ അറേബ്യൻ മണൽക്കാട്ടിൽ 10-35-40 ഡിഗ്രി കത്തി നിൽക്കുന്ന സൂര്യനെ നട്ടുച്ചയ്ക്ക് നോക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരത്ത് കാൽക്കുലേറ്ററിൽ കൊള്ളാത്ത ഒരങ്ങകലത്തിൽ കത്തി നിൽക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവിടെ പകല് മെഴുകുതിരി കത്തിക്കേണ്ടി വരാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. 2000 അങ്ങനെ തന്നെ ഒരു വാക്യം ബൈബിളിലുണ്ട്. സ്തോത്രം. അങ്ങനെ തന്നെ ഒരു വാക്യം ആരാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ സ്തോത്രം സക്കറിയ പുരോഹിതൻ അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചേരെ വേണമെങ്കിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 1-ാം അധ്യായത്തിൻ്റെ 79-ാമത്തെ വാക്യമാണ്. അതും ഞാൻ പറഞ്ഞതുപോലെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനും കുറച്ചുകൂടെ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊണ്ടുവരണം. 79-ാം വാക്യം വായിച്ചു. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാലം മാറി വരുമ്പോൾ തനിക്ക് ജനിച്ച കുഞ്ഞ് യോഹന്നാൻ ഒരു വഴികാട്ടിയാണ്, വഴി നിരത്തുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യോഹന്നാനെ കുറിച്ച് യോഹന്നാനെ മുൻകണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സക്കറിയാവ് പറയുകയാണ് സ്തോത്രം ഉയരത്തിൽ നിന്ന് ആർദ്ര കരുണയാൽ എന്ത് സംഭവിച്ചു? ഉദയം നമ്മെ സന്ദർശിച്ചു. ഉദയം നമ്മെ സന്ദർശിച്ചു എന്നുള്ള വാക്ക് മലയാളത്തിൽ അത്രേ വന്നുള്ളൂ. ശരിക്കും ചില ഇംഗ്ലീഷ് വേർഷനുകളിൽ ഉദയം എന്ന വാക്കിന് സൺറൈസ്, സൂര്യകിരണങ്ങൾ എന്ന പ്രയോഗം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കേട്ടെ, ഉയരത്തിൽ നിന്ന് സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ സന്ദർശിച്ച സ്തോത്രം ദൈവ തേജസ്സിന്റെ പ്രഭയാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ഒന്നോടെ ഞാൻ ആവർത്തിക്കാം. എത്ര പേര് ഇന്ന് രാത്രി കാത് തുറന്ന് കേൾക്കുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നമ്മളിൽ ഒരുവനെ പോലെ ജനിച്ചിട്ട് എല്ലാരും കൂടി വാഴ്ത്തി ഒരു ദൈവമാക്കിയതല്ല. ഉയരത്തിൽ കത്തി നിൽക്കുന്ന സൂര്യനിൽ നിന്ന് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ഇവിടെ ഇറങ്ങി വന്ന സൂര്യ തേജസ്സാണ്. ആ തേജസ്സിന്റെ പ്രഭയാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവായ യേശുവെന്ന് ഇന്ന് രാത്രി ഹോളിനകത്തിരുന്ന് അഭിമാനത്തോടെ പറയുന്ന ദൈവമക്കൾ യേശു ആരെന്നറിഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്ത് പറയാം. സൂര്യകിരണങ്ങൾ അത്രയും നിങ്ങളുടെ മനസ്സിലിരിക്കുക. സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനോട് പ്രസംഗിക്കുന്ന പ്രഭാഷകനാണ്. സ്തോത്രം. പവർവിഷൻ ടി വിയിലേക്ക് എൻ്റെ ശുശ്രൂഷകൾ വന്നപ്പോഴാണ് കൂടുതലും ആളുകളുടെ നൊമ്പരങ്ങൾ, വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അധികം അറിയാനിടയായി തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾ വളരെ തകർന്നവരായിരിക്കയാൽ സ്തോത്രം, അവരോട് പ്രസംഗിക്കാനുള്ള വചനങ്ങൾ ആ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഈ വിധത്തിലെ ലളിതമായ ചിന്തകളും വ്യാഖ്യാനങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളൊക്കെയായി പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ പറയാം. സ്തോത്രം. യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് ഇവിടെ വന്ന തേജസ്സിൻ്റെ പ്രഭ, സൂര്യകിരണം പോലെ ഇവിടെ വന്ന വെളിച്ചമാണവൻ. സ്തോത്രം. ഇനി ആ സൂര്യകിരണത്തെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. നമ്മുടെ തലയ്ക്ക് മീതെ കത്തി നിൽക്കുന്ന സൂര്യകിരണത്തിനകത്ത് അല്ലെങ്കിൽ ആ സൂര്യപ്രഭയ്ക്കകത്ത് സ്തോത്രം, പ്രഥമദൃഷ്ടിയ ഒരു മനുഷ്യൻ കാണുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ വെളിച്ചമുണ്ടാകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ സ്തോത്രം, ആധുനിക ലോകം കണ്ടുപിടിച്ച അസാധാരണമായ പലതും ആ പ്രകാശത്തിന് അകത്തുണ്ടായിരുന്നു. സ്തോത്രം. 5 കാര്യങ്ങളെങ്കിലും ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഈ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം, യേശുക്രിസ്തു എന്ന തേജസ്സിൻ്റെ പ്രഭ ഈ മണ്ണിൽ വന്നത് എന്തിനാണ്? ഈ ഭൂമിയിലേക്ക് എത്തിയത് എന്തിനാണ്? സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ ഉദ്ദേശം, സൂര്യകിരണങ്ങൾ ഇവിടെ എത്തുന്നത് പ്രകാശിപ്പിക്കാനാണ്. അങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്താണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, വാക്ക് കേട്ടോ, ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു ദൗത്യമാണത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കേട്ടെ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് യോഹന്നാൻ അവിടെ പരിചയപ്പെടുത്തുകയാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. എന്താ പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്കുകളെല്ലാം നമ്മൾ വായിക്കുന്നെങ്കിലും ഇതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒത്തിരി പര്യായ പദങ്ങൾ ആ വാക്കിനുണ്ട്. അതിലൊന്നാണ് ശോഭിപ്പിക്കുക, കുറച്ചുകൂടെ തെളിയിക്കുക, കുറച്ചുകൂടെ ക്ലിയറാക്കുക, കുറച്ചുകൂടെ പ്രകാശനമുള്ളതാക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇവിടെ വന്നതോടുകൂടെ മനുഷ്യൻ പ്രകാശിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നോടെ ആവർത്തിക്കാം. ഇരുട്ടിനകത്ത് തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് ചെയ്താലും രക്ഷയില്ലാതെ, എന്താ സംഭവിച്ചതെന്നറിയാതെ, എങ്ങോട്ടാ പോകണ്ടെന്നറിയാതെ, ആരാ രക്ഷകനെന്നറിയാതെ, എങ്ങനെ രക്ഷപ്പെടാമെന്നറിയാതെ തപ്പിത്തടഞ്ഞിരുന്ന മനുഷ്യനെ യേശു ക്രിസ്തു ഇവിടെ വന്നതോടുകൂടെ പ്രകാശിപ്പിക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വെട്ടിച്ചുരുക്കി പറയാം, ഈ രാത്രി ഞാനൊരു പാസ്റ്ററാണ്. ഈ വാക്ക് വായിച്ച് അന്ന് ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ നിന്റെ പ്രൊഫഷൻ, നിന്റെ പൊസിഷൻ, നീ നിൽക്കുന്ന നിലവാരത്തെ എന്നെ കൂട്ടുപിടിച്ചാൽ ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ ഇന്നത്തേക്കാൾ പാസ്റ്റർ എന്ന നിലയ്ക്ക് നിനക്ക് കുറെ കൂടി പ്രകാശിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാം. നീ ഇരിക്കുന്ന നിലവാരത്തിൽ യേശു ക്രിസ്തു നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ അപ്പൻ എന്ന സ്ഥാനത്ത്, അമ്മ എന്ന സ്ഥാനത്ത്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ എന്ന സ്ഥാനത്ത്, നീ ഒരു സഭാ ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷകൻ എന്ന സ്ഥാനത്ത്, നിരാശനാക്കാൻ, ഒതുക്കിക്കളയാൻ, എല്ലാം കുറ്റമാണെന്ന് കണ്ടുപിടിച്ച് തള്ളിക്കളയാൻ ഈ ലോകത്തിലെ ദുഷ്ടശക്തികൾ നോക്കുമ്പോൾ പണ്ട് ബാബിലോണിൽ ദാനിയേൽ എന്ന അടിമയെ പ്രകാശിപ്പിച്ച സർവശക്തനായ ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് ഞാൻ നിൽക്കുന്ന 2025 നവംബർ മാസം 15-ാം തീയതി ഇന്ന് ഞാൻ ദൈവകൃപയാൽ നിൽക്കുന്ന നിലവാരത്തേക്കാൾ കുറച്ചുകൂടെ എനിക്ക് പ്രകാശിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരായ ദൈവമക്കൾ ഈ രാത്രികാലം, ഇതെന്റെ അൾട്ടിമേറ്റ് അല്ല, ഇതെന്റെ അവസാനമല്ല. എന്റെ ശുശ്രൂഷയിൽ എനിക്കിനിയും പ്രകാശിക്കാൻ പറ്റും. അത് എന്റെ തലച്ചോറ് വികസിക്കുന്നത് കൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നീതി സൂര്യന്റെ കിരണങ്ങൾ ഇന്ന് രാത്രി എന്റെ കുടുംബത്തിന്മേൽ അടിച്ചാൽ, എന്റെ വീട്ടിന്മേൽ തട്ടിയാൽ, എന്റെ സഭയുടെ മേൽ ഉദിച്ചിറങ്ങിയാൽ
ഉഡാരബാല ശമനാരകക്ഷസ്യ. എത്ര പേർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്ന് കൊടുക്കാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ, മറകട്ടി ഒതുങ്ങി നിൽക്കാതെ മതങ്ങളും സമുദായങ്ങളുമായ സ്വത്ര പാരമ്പര്യങ്ങളും മറക്കകത്ത് കരിമ്പട കെട്ടുകൾക്കകത്ത് നിൽക്കാതെ ആ സൂര്യന്റെ കീഴെ നിൽക്കാൻ ഈ രാത്രി ആരെയോ സ്വർഗം നിർബന്ധിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ നീ ഈ ലോകത്തിന്റെ നടുവിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ, വിറ്റുകളഞ്ഞ യോസേപ്പിനെ സഹോദര വൃന്ദങ്ങളുടെ നടുവിൽ പ്രകാശിപ്പിച്ച ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ വിശദീകരിക്കാൻ നേരമില്ലാത്ത പ്രഭാഷണ രാത്രിയിൽ അതിനെ കയറിപ്പിടിക്കാൻ ആര് തയ്യാറാകുന്നു? കരമടിക്കുമ്പോഴും കരമുയർത്തുമ്പോഴും അന്യഭാഷ പറയുമ്പോഴും നിങ്ങൾ ബോധ മനസ്സുണർന്നിരിക്കുന്നെങ്കിൽ പറ, ഞാൻ ശകനം കേട്ട് ശകാരം കേട്ട് വഴക്ക് കേട്ട് എന്നും പഴുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നും എൻ്റെ ഭാഗത്ത് വീഴ്ച വരുന്നു, എൻ്റെ ഭാഗത്ത് കുറ്റം വരുന്നു, എനിക്ക് ഓർമ്മക്കേട് വരുന്നു, എനിക്ക് ചില കാര്യങ്ങളിൽ പിടിപ്പുകേട് വരുന്നു, പോരായ്മ എൻ്റെ ഭാഗത്താണെന്നറിയാം. പക്ഷെ ഇന്ന് രാത്രി അവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. എത്ര പേർ സ്വീകരിക്കും? യേശുവിന്റെ നാമത്തിൽ അപ്പൻ എന്ന നിലയിൽ അങ്ങൊരു പരാജിതനാണെങ്കിൽ, അമ്മ എന്ന നിലയിൽ നിങ്ങളൊരു പരാജിതയാണെങ്കിൽ, ഇന്ന് രാത്രി ലാസ്റ്റ് രാത്രിയാണത്. യേശു പ്രകാശിപ്പിച്ചാൽ സ്വർഗത്തിൽ നിന്ന് ആ പിതാവിന്റെ പ്രഭയായി ഇറങ്ങി വന്നവർ, നിങ്ങൾ അറിഞ്ഞോ? ആയിരക്കണക്കിന് അഭിഷിക്തന്മാരെ പ്രകാശിപ്പിച്ചു. ഒതുങ്ങിക്കൂടി ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ കർട്ടന് കീഴിൽ ഒതുങ്ങാൻ ആ പ്ലാനെങ്കിൽ ഒതുങ്ങിക്കോ. പക്ഷെ ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ട് പോകാം. നീ ഇതെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ആ പ്രകാശത്തിന്റെ കീഴെ നിന്ന് കൊടുത്താൽ ഇന്ന് കാണുന്നതിനേക്കാൾ പ്രകാശിക്കുന്ന, ഇന്ന് കാണുന്നതിനേക്കാൾ ശോഭിക്കുന്ന, ഇരട്ടി ഭംഗിയോടെ ശോഭിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ശരിയാ ബ്രദർ, ശരിയാ സിസ്റ്റർ, തോൽവികൾ വന്നുപോയി, ലജ്ജിക്കേണ്ട ചില വിഷയങ്ങൾ വന്നുപോയി, തല കുനിക്കേണ്ട ചില കാര്യങ്ങൾ വന്നുപോയി. ഞാൻ നിങ്ങളെ നോക്കി പറയാം, അമ്മ എന്ന സ്ഥാനത്ത് ചില വീഴ്ചകൾ വന്നുപോയി, ഭാര്യ എന്ന സ്ഥാനത്ത് 20 കൊല്ലം പിന്നിടുമ്പോൾ കുറവുകൾ വന്നുപോയി. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ഞാൻ അവളെ പ്രകാശിപ്പിക്കാം. ഈ രാത്രി ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം അവർ യേശുവിന്റെ നാമത്തിൽ എന്നെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി എന്നിലേക്ക് വരണമെന്ന്. പോരാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. നാളെ മുതൽ ഡിസംബർ മാസം മുതലല്ല, നാളെ മുതൽ നീ ആക്ടിവേറ്റ് ആകുകയാണ്. എന്റെ പ്രഭാഷണത്തിലെ ഓരോ വാക്കുകളിലും പരിശുദ്ധാത്മാവ് തന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണ്. നാളെ മുതൽ നിന്റെ വീട്ടിൽ, നിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നീ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണോ? ഇന്നലത്തേക്കാൾ നാളെ മുതൽ നീ പ്രകാശിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ യൂത്ത് ലീഡർ ആണോ? നീ ഒരു സുവിശേഷകനാണോ? ഇന്ന് രാത്രി യേശു ആ തേജസ്സിന്റെ പ്രഭ. Glory to Jesus. പ്രകാശിപ്പിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു തോൽവി മാറിപ്പോകുകയാണ്, പരാജയങ്ങൾ മാറിപ്പോകുകയാണ്. നീ സത്യം അറിയുകയാണ്. ഇത്രയും നാൾ നിന്നെ കുറ്റം പറയാനേ ആളുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്താലും പോരായ്മകൾ മാത്രം. അതിലാകപ്പാടെ വിഷണ്ണ മനസ്സിന്റെ ഉടമയായി തലകുനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ നിന്റെ സ്വോത്ര കാഴ്ച മേടിച്ച് പെട്ടിയിലിട്ടിട്ട് നീ സ്വോത്രം പറഞ്ഞത് ഒത്തില്ല, തുണി ഉടുത്തത് ഒത്തില്ല എന്ന് പറയാൻ നോക്കിയിരിക്കുന്നത് കണക്ക് സാറല്ല. നിന്നെ പ്രകാശിപ്പിക്കാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ പ്രകാശമാണ് ഞാൻ.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ, നിന്റെ സന്തതി ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് അവകാശത്തോടെ പറയണം, എത്ര പഠിപ്പിക്കാൻ നോക്കിയാലും പഠിക്കാൻ പറ്റാത്ത, എത്ര ശ്രമിച്ചിട്ടും ഒരു പരിധിക്കപ്പുറം കയറാത്ത ഒരു സന്തതി നിനക്കുണ്ടെങ്കിൽ ശപിക്കരുത്, പ്രാകരുത്. ഇന്ന് രാത്രി നിനക്കൊരു ദൈവമുണ്ട്. ഏതു മനുഷ്യനെയും, അങ്ങനെയല്ലേ വായിച്ചത്? ഏതു മനുഷ്യനെയും അങ്ങനെയാണെങ്കിൽ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത് അപ്പാന്ന് വിളിക്കാൻ അവകാശം തന്ന നിനക്ക് പ്രകാശിക്കാൻ എത്രയോ സാധ്യതയുണ്ട്. ഹോളി സ്പിരിറ്റ് യേശുവിൽ നിന്നെ പ്രകാശിപ്പിക്കാൻ നിങ്ങളുടെ ആങ്ങളുടെ കയ്യിലില്ലാത്തത്, നിന്റെ അളിയന്റെ കയ്യിലില്ലാത്തത്, നിന്റെ അപ്പന്റെ കയ്യിലില്ലാത്തത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിലുണ്ട്. തകർന്നവനെ പ്രകാശിപ്പിക്കാൻ, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പോലും കഴിയാതെ വഴിത്തരക്കൽ വെച്ച് പട്ടുപോയവനെ ഈ കൃപ കൊണ്ട് പ്രകാശിപ്പിക്കാൻ, ഈ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കാൻ കരുത്തുറ്റവനാണ് യേശു എന്ന് ഇന്ന് രാത്രി ഞാൻ എന്റെ ഊർജം മുഴുവൻ എടുത്ത് നിങ്ങളെ നോക്കി വിളിച്ചു പറയുമ്പോൾ, ഇനി നീ ഒതുങ്ങരുത്, ഇനി നീ തളരരുത്. പ്രകാശിപ്പിക്കുന്നവൻ ഇതിനകത്തുണ്ട്. സൂര്യകിരണത്തെ അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, ആധുനിക ലോകം കണ്ടുപിടിച്ചു. ഒരു കാലഘട്ടം മുഴുവൻ ഇത് പ്രകാശം മാത്രമാണ് ഓർത്തിരുന്നു. എന്നാൽ അത്യാധുനിക കാലഘട്ടം കണ്ടുപിടിച്ചു, ഈ പ്രകാശനത്തിനകത്ത് അല്ലെങ്കിൽ പ്രകാശത്തിനകത്ത് അസാധാരണ ശക്തിയുണ്ട്. അതിന് ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സോളാർ സിസ്റ്റം. സ്തോത്രം. നിങ്ങൾ പലരും കയറി ഇങ്ങോട്ട് വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് മുഴുവൻ പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടല്ല. ഈ ഇറങ്ങി വരുന്ന സൂര്യകിരണത്തിനകത്ത് ഒരു ഭയങ്കര കമ്പനി പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ അത് ചുമ്മാ ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയാൽ കാണുകയല്ല. അത് പിടിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ആനുപാതികമായിരിക്കുന്ന സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണം. അത് വർക്കൗട്ട് ആയാൽ പവറിങ് കയറി വരും. സ്തോത്രം. മനസ്സിലായോ? യേശു എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും പറഞ്ഞ് 4 പാട്ടും പാടി ഒരു പാട്ടുപുസ്തകം മേടിച്ചുകൊണ്ട് നടന്നാൽ ഈ പവർ വരികയല്ല. നിന്റെ ഹൃദയം അങ്ങ് തുറന്നു വെച്ചു കൊടുക്കണം. നിന്റെ ആത്മാവിനെ ഒരു സോളാർ പ്ലേറ്റ് പോലെ എല്ലാരും കാണട്ടെ. നിന്റെ വീട്ടിൽ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കുന്നത് അടുക്കളയ്ക്ക് പാചകത്തിന്റെ അടിയിലല്ലല്ലോ, നിന്റെ പെരയുടെ പുറത്തല്ലേ. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് രാത്രി ലജ്ജയില്ലാതെ, മടിയില്ലാതെ നീ യേശുവിന്റെ ആളാന്ന് നിന്റെ ചാർച്ചക്കാരുടെയും നിന്റെ വീട്ടുകാരുടെയും നിന്റെ സമപ്രക്കാരുടെ ഇടയിൽ നിന്റെ പുരയ്ക്ക് മോളിൽ തുറന്നിരിക്കുന്ന സോളാർ ഫലകം പോലെ നീ യേശുവിന്റെ സാക്ഷിയായി നിന്നാൽ ഈ പ്രകാശം നിനക്ക് അസാധാരണ ശക്തി തരും. വേണോ 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 വേണോ? ഇന്ന് രാത്രി ഒതുങ്ങിപ്പോകരുത്. ഈ ശക്തി പ്രാപിക്കാൻ ഇന്ന് രാത്രി ആത്മാവിന്റെ തലം തുറന്നു വെച്ചു കൊടുക്ക്. ലജ്ജിക്കാതെ ക്രിസ്തുവിന്റെ സാക്ഷിയാക്. നീ യേശുവിന്റെ നാമത്തിൽ 4 ട്രാക്ട് കൊടുക്കാൻ തുടങ്ങ്. നിന്റെ അടുത്തിരിക്കുന്നവനോട് യേശു ദൈവം എന്ന് പറയാൻ തുടങ്ങ്. അപ്പ കാണാം ഇതിന്റെ ശക്തി എന്താന്ന്. പ്രകാശം മാത്രം മതിയെങ്കിൽ അല്ലയോ സഭയെ മതി. എന്നാൽ നീ പുറത്തേക്ക് ഇറങ്ങിയാൽ, നീ സാക്ഷിയായാൽ, നീ സുവിശേഷം പങ്കുവെക്കാൻ തുടങ്ങിയാൽ, നിന്റെ പുരപ്പുറത്ത് നീ ആരാന്ന് തെളിയിക്കാൻ തുടങ്ങിയാൽ, ഈ ഇറങ്ങി വരുന്ന തേജസ്സിന്റെ പ്രവയ്ക്കകത്ത് നിന്റെ രോഗം സൗഖ്യമാക്കാനുള്ള ശക്തി ഉണ്ടെന്ന്, നിന്റെ ബന്ധനം അഴിക്കാനുള്ള ശക്തി ഉണ്ടെന്ന്. അതിന് വേറെ ആളെ തപ്പി പോകണ്ട. അതുകൊണ്ടല്ലേ നമ്മൾ ഇടനിലക്കാരെ വെക്കാത്തത്, നമ്മൾ മറ്റാരെ വാഴിക്കാത്തത്. ഇതിനകത്ത് വെളിച്ചം മാത്രമല്ല ഉള്ളത്, ഇതിനകത്ത് ശക്തിയുണ്ട്. ഇപ്പോൾ ആ ശക്തി നിന്റെ മേൽ വ്യാപരിക്കണം. ഏൽപ്പിച്ചു കൊടുക്ക്. തുറന്നു വാ, അടച്ചു വെക്കരുത്. നീ പുറത്തു വാ. നീ ദൈവത്തിന്റെ ആളായി പുറത്തു വാ.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ശക്തിയായി വെളിപ്പെടാനിടയാകട്ടെ. നിന്റെ ശുശ്രൂഷയിൽ ശക്തി വെളിപ്പെടണം, നിന്റെ പ്രാർത്ഥനയിൽ ശക്തി വെളിപ്പെടണം. വേണോ? അങ്ങനെയാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ആരാധനയിൽ ശക്തി വെളിപ്പെടണം, നിന്റെ ശുശ്രൂഷയിൽ ശക്തി പുറത്തു വരണം. അതിനൊന്ന് രാത്രികാലം ഈ തേജസ്സിന്റെ പ്രഭയ്ക്കകത്ത് ഈ ആത്മ ചൈതന്യത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ഈ തേജസ്സിനകത്ത് നിന്റെ വിടുതലിനുള്ള പവറുണ്ട്. പവർ ഇത് നിന്റെ ശരീരത്തിൽ തട്ടുകയാ. ഇന്ന് രാത്രി സൗഖ്യം നടക്കുകയാ. നിന്നെ പ്രകാശിപ്പിക്കുക മാത്രമല്ല, ഇതിനകത്തെ ശക്തി കൊണ്ട് നീ വിടുതൽ പ്രാപിക്കുക. Glory to Jesus. Hallelujah. സ്തോത്ര ഹല്ലേലൂയ. 5 പറയേണ്ടതാണ്, 2 പറഞ്ഞു, 1 പറഞ്ഞു നിർത്താം. ആ 5ലും 2 ഞാൻ തിരിച്ചു കൊണ്ടുപോകും. കാരണം സ്തോത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് 1 പറയാം. ഈ ഇറങ്ങി വരുന്ന സൂര്യകിരണത്തിനകത്ത് തീയുണ്ട്. വിശ്വസിക്കാമോ? ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്ത് കണ്ടൊരു കാര്യം പറയാം. എൻ്റെ ഒരു കൊച്ചു ഉദാഹരണമുള്ളൂ, സയൻറ്റിഫിക് ആയിട്ടൊന്നുമില്ല. കുറച്ച് ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുള്ളൂ. അന്ന് ഞാൻ കണ്ടൊരു കാര്യം പറയാം. മലയാള സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച ചെറുക്കന്മാരിൽ 1-2 പേര്, അവരുടെ കയ്യിൽ അന്ന് ഒരു തരം ലെൻസ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അന്നത്തെ സംഭവം? ജോൺ വർഗീസ് പാസ്റ്റർ അറിയാം. ഇവന്മാർ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിന് ചോറുണ്ടതിന് ശേഷം പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടി കടലാസും കരിയിലയല്ല, നല്ല മീനമാസത്തിൽ കത്തി നിൽക്കുന്ന സൂര്യൻ്റെ കീഴെ വന്നിട്ട് ഇമാര് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ലെൻസ് ഈ സൂര്യപ്രകാശത്തിൻ്റെ കീഴെ താഴെ കടലാസ് ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കണമായിരുന്നു. ശാസ്ത്രം മനസ്സിലായോ? നേരെ എൻജിനീയറിങ്ങിന് പോയി. കണ്ട പറ്റിയത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന കൊച്ചു പിള്ളേരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കൈ തൊടാതെ ഈ കടലാസിന് കത്തുപിടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ലെൻസ് കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പാസ്റ്റർ കണ്ടിട്ടുണ്ട്. 2 പേര് സാക്ഷിയുണ്ടല്ലോ, അത് മതി. ഈ സംഭവം കത്തുപിടിക്കും. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഈ ലെൻസ് ഉള്ളവനെ ഭയങ്കര മാന്ത്രികനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ഇവൻ ഉച്ചയാകുമ്പോഴത്തേക്കൊരു സംഭവമാണ്. ആളെക്കൂട്ടും ഈ തീ കാണാൻ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഇറങ്ങി വരുന്ന സൂര്യകിരണത്തിനകത്ത് തീ ഉണ്ട്. പക്ഷെ സംഭവം അങ്ങ് വെച്ചു കൊടുത്തേ തീ പിടിക്കുള്ളൂ. ചുമ്മാ നീ ഇറങ്ങി സ്തോത്രം ഹല്ലേലൂയ തലേ തുണിയിട്ട് ഒരു വെള്ളക്കുപ്പായിട്ടുണ്ട് ഇറങ്ങി എന്ന തീ പിടിക്കുകയല്ല. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം വരണം, ഒരു ലെൻസ് വരണം. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ ആ ഇറങ്ങി വരുന്ന കിരണത്തിനകത്ത് ഏത് അമിക്കയറും കത്തിക്കാനുള്ള തീയുണ്ട്. കൈ തൊടാതെ കത്തുന്ന തീയുണ്ട്. അവനിൽ തീയുണ്ട്. ഇന്ന് രാത്രി അവനിൽ തീയുണ്ട്. അവൻ തേജസ്സിന്റെ പ്രഭയാണെന്ന് ചുമ്മാ എഴുതി വെച്ചതല്ല, അതൊരു ഫാഷൻ എഴുതി വെച്ചതല്ല. പിന്നെയോ അവനിൽ തീയുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇന്ന് രാത്രി നീ മുഴങ്കാലിന്മേൽ ഇരിക്കണം. ഈ രാത്രി ഞാൻ ഒരു സഹോദരനെ പോലെ പറഞ്ഞു വിടാം, നീ നിന്റെ വീട്ടിൽ ഇതൊക്കെ കേട്ടിട്ട് പോയി മുഴങ്കാലിന്മേൽ ഇരിക്കണം. കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കണം. നിന്റെ മൊബൈലും ഇതെല്ലാം മാറ്റി വെക്കണം. അടച്ചിട്ട മുറിക്കകത്ത് കൃപയുടെ നാഥനായ ഈ കർത്താവിന്റെ മുമ്പിൽ മുട്ടാലിരുന്ന സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങകലെ ആകാശങ്ങൾക്കപ്പുറം പുരാതന സ്വർഗത്തിൽ ഇരിക്കുന്ന സനാതനനും സർവശക്തനുമായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ നിന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. നീ സംഭവിക്കും സംഭവിക്കും സംഭവിക്കും. ഈ റീജിയൻ കൺവെൻഷനിൽ ചിലരെ രക്ഷപ്പെടും.
നീ ഒരത്ഭുത പ്രവർത്തിക്കായി ഒരുങ്ങിക്കോ. ആളുകൾ ആശ്ചര്യപ്പെടും, ആളുകൾ ആശ്ചര്യപ്പെടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് പുച്ഛിച്ചവർ, നിന്റെ അന്യഭാഷയെ നിന്ദിച്ചവർ, നിന്റെ അഭിഷേകത്തെ, നിന്റെ അന്യഭാഷയെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് ചാർത്തിയവർ, അവര് കാണുക എന്റെ ദൈവത്തിന്റെ തീയ, ഈ കിരണങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന സ്വർഗീയ തീയ, യേശു എന്ന തേജസ്സിന്റെ പ്രവയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന. ഹല്ലേലൂയ. ഒറ്റക്കിരുന്ന് മുഴങ്കാലും അടക്കാൻ എത്ര പേര് തീരുമാനിക്കും? നീ ഒരു സംഭവമായി മാറുകയാ. നിന്റെ അകത്ത് ഒരു തീപിടുത്തം ഉണ്ടാകുകയാ. നീ നിമിത്തം നീ ഒരു ലെൻസ് പോലെ നിന്ന് കൊടുത്താൽ മതി ബ്രദർ. നീ ടൈറ്റ് ആകണ്ട. അല്ലയോ പാസ്റ്റർ, നീ ജനത്തിനു ഈ ഇറങ്ങി വരുന്ന തേജസ്സിന്റെ പ്രവയ്ക്കിനിടയിൽ ഒരു ലെൻസ് പോലെ നിന്ന് കൊടുത്താൽ താഴെ കിടക്കുന്നതിനെ കത്തുപിടിപ്പിക്കാൻ നിനക്ക് കഴിവില്ല. ഹല്ലേലൂയ. തീ വ്യാപരിക്കുന്നത് ആ തേജസ്സിൽ നിന്നാണ്. ഹല്ലേലൂയ. വീടിനകത്ത് വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ, അമിക്കയറുകൾ, ദുഷ്ടന്റെ പോരുകൾ, ആഴ്ചയിൽ നിന്നോട് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പോലെ ചെന്ന് കെട്ടിക്കൊണ്ടുവരുന്ന, അത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ, അതിനെ മുഴുവൻ കത്തിക്കുന്ന പോരാ. ഇന്ന് രാത്രി, നാളെ നമുക്ക് യോഗമില്ല, ഇതിന് നടുവിൽ ചിലത് കത്തി അഴിയണം. നീ നിന്നുകൊടുക്ക്. ആ തേജസ്സിന്റെ പ്രഭ ഇറങ്ങി വരുന്നു. ഞാൻ നിങ്ങളെ നോക്കി കാണുകയാ. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ പ്രഭയ്ക്കകത്ത് തീയുണ്ട്, 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 തീയുണ്ട്. നീ ഒരു ലെൻസ് പോലെ നിന്ന് കൊടുക്കാൻ തയ്യാറാകാമോ? അങ്ങനെ ഓൺലൈനിൽ കേൾക്കുന്ന ഒറ്റപ്പെട്ടവർ, വീട്ടിൽ നിന്ന് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്തവർ, ഹല്ലേലൂയ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ UAE റീജിയൻ നിങ്ങൾക്ക് വേണ്ടിയാ ഒരുക്കിയത്. പരിശുദ്ധാത്മാവ് ഈ ടീമിനെ ഇങ്ങനെ സജ്ജമാക്കിയത് നിനക്ക് വേണ്ടിയിട്ട്. ഇന്ന് കത്തുപിടിക്കുക, കത്തുപിടിക്കുക. താഴെ കിടക്കുന്ന ചില, നിന്നെ തകർക്കാൻ നോക്കുന്ന ചില പോരുകടമേ നീ നിന്നു കൊടുക്കുന്ന കത്തുപിടിക്കുക. സ്വർഗ്ഗം അതിനെ ചാമ്പലാക്കും. ഗ്ലോറി, ഗ്ലോറി. യേശു ആരാന്ന വിചാരിച്ചത്? യേശു ആരാന്ന വിചാരിച്ചത്? അവിടെ ഇവിടെ യൂട്യൂബിൽ ഇരുന്ന് പറയുന്ന ആരോ പറഞ്ഞത് കൊണ്ട് എന്റെ യേശുവിന്റെ തേജസ്സിന് കുറവ് വരുമോ? അവൻ ആരാന്നറിയണമെങ്കിൽ നീ നിന്ന് കൊടുക്ക് ബ്രദർ, നീ നിന്ന് കൊടുക്ക് സിസ്റ്റർ. ലോകം കാണട്ടെ ആ തീയ. ജീസസ്. തേജസ്സിന്റെ പ്രഭ, തേജസ്സിന്റെ പ്രഭ, തേജസ്സിന്റെ പ്രഭ. 1000 പ്രാവശ്യം പറഞ്ഞാരാധിക്കണം. എന്റെ യേശു തേജസ്സിന്റെ പ്രഭ. എനിക്ക് ഒരായുസ് മുഴുവൻ നിങ്ങളെക്കാൾ അധികം തുള്ളി ആരാധിക്കാൻ ഈ ഒരു വാക്ക് മതി. അവൻ തേജസ്സിന്റെ പ്രഭയാണ്, തേജസ്സിന്റെ പ്രഭയാണ്. ഹല്ലേലൂയ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാക്ക്. നിങ്ങളുടെ ആവേശം കാണുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. 5 പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ബൈബിൾ തുറന്നിരുന്നാൽ ഞാൻ എല്ലാം പറഞ്ഞു പോകും. അവസാനിപ്പിക്കാം. 4ാമത്തെയും കൂടി പറയാം, അത്ര ആവേശമുള്ളത് കൊണ്ട്. ഈ വരുന്ന തേജസ്സിന്റെ പ്രഭയ്ക്കകത്ത് സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്. എങ്ങനെ അറിയാം? ലളിതമായ ഉദാഹരണം പറയാം. പ്രായമുള്ള അമ്മമാർ സ്തോത്രം ഇവിടെ കാണും. ഡോക്ടേഴ്സൊക്കെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് കുഞ്ഞിനെ കൊടുത്തയക്കും. കൊടുത്തയച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചെറിയ മഞ്ഞ കളറും കണ്ണിനൊക്കെ മഞ്ഞയൊക്കെ ഉണ്ടാവും. അപ്പം ഡോക്ടർ എത്ര മിടുക്കനാണെങ്കിലും അയാൾ അമ്മയോട് പറഞ്ഞയക്കും, രാവിലത്തെ വെയിൽ കൊള്ളിക്കണമെന്ന്. സ്തോത്രം. ഇൻക്യുബേറ്ററിൽ കിടന്ന് കുഞ്ഞിനെ കിട്ടിയവരാണെന്ന് തോന്നിയിരിക്കുന്നവരെല്ലാവരും. അതുകൊണ്ട് അതൊന്നും അറിയാൻ വയ്യായിരിക്കും. പ്രായമുള്ള അമ്മമാർ അധികമില്ല, അപ്പച്ചന്മാരെങ്കിലും ഉണ്ടായിരിക്കാം. ഡോക്ടർ എന്താ MBBS കാരനാണെങ്കിലും, അദ്ദേഹം എത്ര വിദഗ്ധനാണെങ്കിലും അദ്ദേഹം പറഞ്ഞയക്കും, ഈ പിഞ്ചു കുഞ്ഞിനെ പ്രഭാതത്തിലെ സൂര്യൻ്റെ വെളിച്ചം അടിക്കണം. എന്തായാലും അങ്ങനെ പറയാൻ കാരണം, എന്തൊക്കെയോ ഈ ശരീരത്തിനകത്തുനിന്ന് നീങ്ങിപ്പോകാനുണ്ട്, മാറി വരാനുണ്ട്. അതിന് ഈ ഫാർമസിയിൽ ഒരു മരുന്നും ഇല്ല. ഇനി ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തേജസ്സിനകത്ത്
നിന്റെ സന്തതിയുടെ മഞ്ഞക്കളറ് മാറാൻ, അവന്റെ കണ്ണ് വെളുക്കാൻ, അവന്റെ ജീവിതത്തിലേക്ക് കിടക്കുന്നത് മാറാൻ സൃഷ്ടാവിന്റെ പരമകാരുണ്യം കൊണ്ട് ഈ പിഞ്ചു കുഞ്ഞ് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നിരീശ്വരനാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ഈ വെളിച്ചത്തിൽ കൊണ്ടുവാ. ഹല്ലേലൂയ. അത് വിശദീകരിച്ചു പോയാൽ 12 മണിയാവും. ഞാൻ നിർത്തുകയാണ്. ഈ വെളിച്ചത്തിൽ സൗഖ്യമുണ്ട്. ഡോക്ടർക്ക് അത്രേ പറയാൻ അറിയുള്ളൂ. പക്ഷെ പാസ്റ്റർ പറയുന്നു, നിന്റെ മേൽ ഈ പ്രഭ തട്ടിയാൽ ക്യാൻസർ വരെ സൗഖ്യമാവും, ട്യൂമറുകൾ അപ്രത്യക്ഷമാകും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ആ തേജസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് സൂര്യൻ ഉദിക്കുന്ന സമയമല്ല നാട്ടിൽ, പക്ഷേ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ആ പ്രഭയോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചേ, അതോടെ ഏറ്റെടുത്തേ. 1, 2, 3, 4 പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രി തേജസ്സിന്റെ പ്രഭയ്ക്കകത്ത് നിന്റെ സൗഖ്യമുണ്ട് ബ്രദർ. നീ ആരെയാ പേടിക്കുന്നത്? നീ ആരെയാ ഭയപ്പെടുന്നത്? അതിരുകടന്ന് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യമാണ്. അസ്ഥികൾക്കകത്ത് വ്യാപരിക്കുന്ന, മജ്ജയ്ക്കകത്ത് കയറി നിൽക്കുന്ന, രക്തത്തിൽ കലർന്നിരിക്കുന്ന, മാംസത്തിൽ പിടിച്ചിരിക്കുന്ന, തൊലിപ്പുറത്ത് വ്യാപരിക്കുന്ന ചില രോഗങ്ങളെ ഈ പ്രഭ നിമിത്തം, ഈ തേജസ്സിന്റെ പ്രഭ നിമിത്തം ഇന്ന് രാത്രി ഇവിടുന്ന് ജനം പിരിയുന്നതിനേക്കാൾ മുമ്പ് സൗഖ്യം, 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 സൗഖ്യം. കണ്ണുകൾ അടച്ച് കരമടിക്കുമ്പോൾ ആ വെളിച്ചം തട്ടുന്നത് അനുഭവിക്ക്. ആ പ്രഭ നിന്റെ മേൽ തട്ടുന്നത് അനുഭവിക്ക്. വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്ക്. എഴുന്നേക്ക്, എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്. എല്ലാം പ്രോട്ടോകോളുകളൊന്നും ഇല്ല ഇനി. എഴുന്നേക്ക്, എഴുന്നേക്ക്. പോകരുത്, പോകരുത്, പോകരുത്. പോയാൽ നിനക്ക് നഷ്ടം. 2 മിനിറ്റ്, 2.5 മിനിറ്റോടെ, 2.5 മിനിറ്റോടെ, 2.5 മിനിറ്റോടെ. ഹല്ലേലൂയ. ഒരു ആന്റിബയോട്ടിക് കോഴ്സ് 5 ദിവസം ആസ്പത്രി കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് 5 മിനിറ്റോടെ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് രാത്രി സ്വർഗം തൊട്ടുകൊണ്ട് പറയുന്നു, യേശു നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, നിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, ഞാൻ ആരാന്ന് മനസ്സിലായോ? എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ ആരാന്ന് മനസ്സിലായോ? എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ മറ്റാരും എഴുതാത്തൊരു വാക്കെഴുതി വെച്ചു, ഞങ്ങൾ ആരാധിക്കുന്നവൻ, സഭയുടെ കാന്തനായവൻ, അവൻ തേജസ്സിന്റെ, ദൈവ തേജസ്സിന്റെ പ്രഭയാണ് എന്നെഴുതിയപ്പോൾ പതിറ്റാണ്ടുകൾ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ ഞാൻ ഈ വാക്യത്തിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. തത്വത്തിന്റെ മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോഴൊന്നും ഒന്നും പിടികിട്ടിയില്ല സാറേ. സ്വത്രം വാക്യങ്ങൾ വെച്ച് എനിക്ക് അങ്ങയെ തിരിച്ചറിയണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു, സ്വത്രം ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ അകത്ത് പലതുമുണ്ട്. ഇന്ന് രാത്രി ആ വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. നിനക്ക് പിടികിട്ടിയോ? യേശു, ഞാനല്ല, കർത്താവ് നിന്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ വാഴുന്ന ഞാൻ ആരാന്ന് പിടികിട്ടിയോ? സ്വത്രാല, ഞാൻ വാതില വഴിയാന്നൊക്കെ ശരി, പക്ഷെ നിനക്ക് പിടികിട്ടിയോ? ഞാൻ തേജസ്സിന്റെ പ്രഭയാണ്. ഞാൻ തേജസ്സിന്റെ പ്രഭയാണ്. ഇതിനകത്ത് തീയുണ്ട്. ഇതിനകത്ത് നിന്നെ പ്രകാശിപ്പിക്കുന്ന, നിന്റെ ഇരുട്ട് കംപ്ലീറ്റ് മാറ്റുന്ന ആ തേജസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ശക്തിയുണ്ട്. ഇതിനകത്ത് സൗഖ്യമുണ്ട്. ഒരിക്കൽ കൂടി ദൈവമക്കൾ, ഈ 4 ഒരെണ്ണം ഞാൻ പറയുന്നില്ല, 4 ഇന്ന് രാത്രി ഏറ്റെടുത്തോണ്ട് പറ, എന്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് ഇനി പറയാൻ പറ്റും, യേശു മതി, എനിക്ക് യേശു മതി? ഞാൻ അവസാനിപ്പിക്കുക. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
യേശു മതി, എനിക്ക് യേശു മതി. പറ. അവൻ തേജസ്സിൻ്റെ ഹല്ലേലൂയ, തേജസ്സിൻ്റെ പ്രഭയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ യേശു മതി. ചേർന്ന് കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് മാത്രം നോക്കി ഒരു നിമിഷം കണ്ടാട്ടെ. ഹല്ലേലൂയ. എനിക്കു പാട്ടും യേശുവേ പ്രശംസയും നന്ദിയോടെ ചേർന്ന് ദൈവ കുഞ്ഞാടും പരിശുദ്ധ ദൈവമേ, കുരിശും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ കരം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിച്ച തേജസ്സിന്റെ പ്രഭ പ്രശംസ ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ തേജസ്സിന്റെ പ്രഭ ഇവിടെ ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ, നീങ്ങിരാവും ഇരുട്ടിൻ പാശം അറുത്തുതാൻ ജീവപ്രകാശം കാണുന്നു ഞാൻ. ഇരുട്ടിൻ പാശം അറുത്തു, ഇരുട്ടിൻ പാശം അറുത്തു ജീവപ്രകാശം കാണുന്നു ഞാൻ. കരമെല്ലാം ഉയർത്തി എനിക്ക് പാട്ട്, എനിക്ക് പാട്ടും പ്രശംസയും എന്റെ ദൈവ കുഞ്ഞാൻ തൻ കുരിശും എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാൻ തൻ This is my story. This is my story. And this is my song. Praising my Savior all the day long. This is my story. And this is my song. Praising my Savior all